ആമേ ആ നാഴികയെ തന്നെ ഒറ്റ വാക്കിൽ തന്നെ അവളെ വിട്ടുപോയി. എന്നാൽ 19-ാമത്തെ വാക്യത്തിൽ അവളുടെ യജമാന്മാർ തങ്ങളുടെ ലാഭത്തിന്റെ ആശ പൊയ്പോയത് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ചന്തസ്ഥലത്തെ പ്രമാണികളുടെ അടുക്കിലേക്ക് വലിച്ചു കൊണ്ടുപോയി അധിപതികളുടെ മുമ്പിൽ നിർത്തി, യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി റോമക്കാരായ നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമില്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. പുരുഷാരവും അവരുടെ നേരെ ഇളകി. അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞു കോൽ കൊണ്ട് അവരെ അടിപ്പിപ്പാൻ കൽപ്പിച്ചു. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മതയോടെ കാൽപ്പാൻ കൽപ്പിച്ചു. ഭൂതം മാറിയപ്പോൾ അവർ ലാഭം പോയി. ഈ കൈനോട്ടക്കാര് പലരും കൈനോക്കി നിങ്ങളെ മുഖലക്ഷണമൊക്കെ പറയുമ്പോൾ ആമേ അത് ശരിക്കും ഇങ്ങനെ പോയി നമ്മൾ നോക്കുമ്പോൾ യഥാർത്ഥമായി അല്ല പറയുന്നത്. അവിടെ ഒരു സ്പിരിറ്റ് ഉണ്ട്, ഭൂതത്തിൻ്റെ ആത്മാവാണ്. ഇപ്പോഴെങ്കിലും ആരെങ്കിലും പൈസ കൊടുത്ത് പോകുന്നവരുണ്ടോ? കൈ ചേച്ചി വാ മുഖം നോക്കാം, നിന്റെ ലക്ഷണം നോക്കി പറയാം, ചേച്ചിക്ക് ഇപ്പം അടുത്ത ഭാവി എന്താണെന്ന്. ഇതെല്ലാം പെട്ടെന്ന് നിങ്ങളെ സുഖിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ആമേ ഭൂതം പറയുമ്പോൾ അവരുടെ ലക്ഷ്യം നിങ്ങളിരിക്കുന്ന നന്മയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ചില കാര്യങ്ങളൊക്കെ അതൊക്കെ ഭൂതത്തിനും പറയാൻ പറ്റും. എന്നാൽ ഇത് അവർക്ക് പ്രമാണികൾക്ക് ലാഭം വരുത്തിക്കൊണ്ടിരുന്നു. ഇതുകൊണ്ട് ഒരുപാട് ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. പക്ഷെ ഭൂതത്തെ അടിച്ച് പുറത്താക്കിയപ്പോൾ ലാഭം പോയപ്പോൾ പൗലോസിനെയും ശീലാസിനെയും പിടിച്ചെന്ത് ചെയ്തു? ആ റോമൻ ഭരിക്കുന്ന അധിപതികൾ അവരെ കാരാഗ്രഹത്തിലോട്ടാക്കി. ലാഭം പോയപ്പോൾ അവരെ നന്മ, പലരും ഭൂതത്തെ വെച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിന്റെ വരുമാന മാർക്കം ഭൂതത്തിന്റെ മാർക്കമാണെങ്കിൽ ഇന്ന് ആത്മാവിന് ഞാൻ വിളിച്ചു പറയാ, അതിനെന്ന് വെട്ടുന്ന പകൽക്കാലമാണ്. ഇന്ന് ഭൂതത്തിന്റെ സ്പിരിറ്റുകളെ ഭൂതത്തിന്റെ സ്പിരിറ്റുകളെ ഇന്ന് വ്യാപരിക്കുന്ന ബന്ധനങ്ങളെ ഇന്ന് വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ വെട്ടുകയാണ്. എന്നും ഭൂതത്തെ സേവിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ എന്നും ഭൂതത്തിന്റെ അടുത്ത് നിന്ന് സേവിക്കാൻ പറ്റത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ ദൈവപ്രവൃത്തി സംഭവിക്കും. ഹല്ലേലൂയ. ഇന്ന് ആരെങ്കിലും ഏതിലൂടെയെങ്കിലും നമ്മളെ അസമാധാനപ്പെടുത്തി നിങ്ങളെ മനസ്സിനെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഇന്ന് വേദനയുടെ നടുവിൽ എവിടെയെങ്കിലും വേദനയുടെ നടുവിൽ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് ദൈവ പ്രവൃത്തി എനിക്ക് യഥാർത്ഥമായി വെളിപ്പെടണം. ഇന്ന് യഥാർത്ഥ ദൈവ പ്രവൃത്തി എന്നോട് ദൈവം യഥാർത്ഥമായി സംസാരിക്കണം. മാനുഷ്യമായൊരു ശബ്ദമല്ല, എനിക്ക് ദൈവത്തിൻ്റെ ഒരു ശബ്ദം എനിക്ക് വേണം. ഭൂതത്തിൻ്റെ ശബ്ദം വേണ്ട. ഇന്ന് ഭൂതം വിളിക്കുന്നുണ്ട്, ഇന്ന് ദൈവം വിളിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയണം. ഇന്ന് പലതും തിരിച്ച് പല മറിമായങ്ങൾ കാണിക്കാറുണ്ട്. അത് പകൽക്കാലം തിരിച്ചറിയണം. അനുഗ്രഹത്തിന്റെ വാതിലോട്ട് വരുമ്പോ പല ഭൂതവും പറയും, അയ്യോ നീ പിടികൊടുക്കല്. കാര്യം അവനും പദ്ധതി ഉണ്ട്, ദൈവത്തിനും പദ്ധതി ഉണ്ട്. ഹല്ലേലൂയ. ഭൂതത്തിന്റെ പദ്ധതികളെ ഇന്ന് പകൽക്കാലം നിങ്ങൾ അഴിക്കുന്ന ഒരു പകൽക്കാലമായി മാറ്റണം. അതിനെ പൊട്ടിക്കുന്ന ഒരു പകൽക്കാലമായി മാറ്റണം. കാരണം ആമേ ഹല്ലേലൂയ, വചനം എപ്പോഴും മുന്നിൽ നിൽക്കണം. ഈ ലാഭം പോയെന്ന് പറഞ്ഞപ്പോ എവിടെയാ ലാഭം പോയത്? അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. പൗലോസിനെയും ശീലാസിനെ കാരാഗ്രഹത്തിലാക്കുവാൻ എന്താ കാരണം? ഇവളെ ഭൂതം പോയതാണ് കാരണം. ഒരാൾ വിടുതൽ പ്രാപിക്കുക, പലർക്കും വീട്ടിനകത്ത് ഭൂതം ഇരിക്കണം ഭയങ്കര ഇഷ്ടമാണ്. ഇവരെ ഭൂതം പിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ വെച്ച് മുതലാക്കാം. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഭൂതം പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ അവൾ മന്ദബുദ്ധിയാണ്. കാരണം അവളെ ബുദ്ധിമണ്ഡലം കെട്ടിവെക്കുമ്പോൾ അതിനകത്ത് ഭർത്താവിൻ്റെ ഇഷ്ടത്തിൽ ജീവിക്കുക, മക്കൾക്ക് മക്കളെ ഇഷ്ടത്തിൽ ജീവിക്കുക. കാര്യം എന്താണ്? അവൾ ഭൂതം പിടിച്ച് അങ്ങ് ഇരിക്കുകയാണ്, ഒരു മരവിച്ച്. ഈ ലോകത്തിൽ പല കുടുംബത്തിനകത്ത് അതുപോലെയാ. ഇന്ന് പെണ്ണുങ്ങൾ പലതും അങ്ങനെയാ, ചില സഹോദരന്മാർ അങ്ങനെയാ. ഇന്ന് തിരിച്ചറിയ കാര്യം എന്താണ്? അവർക്ക് ഈ ലോകത്തിൽ എന്തോ ഒന്നും അറിഞ്ഞുകൂടാതെ എല്ലാം ഒരു മായ പോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് വ്യാപരിക്കുന്ന സാത്താന്റെ ശക്തികളെ തിരിച്ചറിയണം. ഇന്ന് സാത്താന്റെ ശക്തിയെ തിരിച്ചറിയണം. ഇന്ന് നിന്റെ കുടുംബത്തിനകത്ത് ഇന്ന് നീ ദൈവത്തെ വിളിക്കുമെങ്കിൽ, യേശുവേ എന്ന് വിളിക്കുമെങ്കിൽ, അതിനകത്ത് വ്യാപരിക്കുന്ന ഭൂതത്തെ അടിച്ച് പുറത്താക്കും. ഇന്ന് പലരും രോഗിയല്ല ദൈവമക്കളെ, ഭൂതം പിടിച്ചു വെച്ചിരിക്കുക രോഗമായിട്ട്. ഇന്ന് എത്ര രോഗം വന്നാൽ ട്രീറ്റ്മെന്റ് ചെയ്താൽ മാറും. പക്ഷെ ഭൂതം പിടിച്ച് വെച്ച് എത്ര ട്രീറ്റ്മെന്റ് ആയാലും മാറൂല. ഇനി ഈ ലോകത്തല്ല, ഇന്ന് നിങ്ങൾ ഈ കേരളം വെച്ച് തമിഴ്നാടല്ല, ഏതെല്ലാം രാജ്യത്ത് കൊണ്ടുപോയാലും അമേരിക്കയിൽ പോയാലും
ഭൂതത്തിന് ട്രീറ്റ്മെന്റ് ഇല്ല. അത് ദൈവദാസന്മാർ വിചാരിച്ചേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അത് ദൈവദാസന്മാർ വിചാരിച്ചേ പറ്റൂ. അങ്ങനെ അഭിഷേകം പ്രാപിച്ച് കൃപയിൽ നിൽക്കുന്ന ദൈവദാസന്മാരെ കാണുമ്പോ ഭൂതത്തിന് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അവര് പറയും നിന്നെ കൊണ്ടേ പോവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവര് ദൈവദാസന്മാരെ കാണുമ്പോ തന്നെ പറയും നീ എന്തിനു വന്നു? ഒരു ഭൂതം പിടിച്ചൊരു കേസ് അങ്ങനെ പോയി പറയണ് എൻ്റെ നടയിൽ കയറി പോവല്ലേ. പ്രൈസ് ദി ലോർഡ്. ഒരു ഭൂതം പിടിച്ച കേസാ. ഞാൻ അടുത്ത് പോയി പറഞ്ഞു എൻ്റെ നടയിൽ കയറിപ്പോകരുത്. കാരണം അത് യഥാർത്ഥമായി ഭൂതം പിടിച്ച കേസാ. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒരു ഭൂതം പിടിച്ച എന്ന് വെച്ചാൽ അഭിഷേകം നമ്മുടെ മേലുണ്ടെങ്കിൽ ഈ ഭൂതം പിടിച്ച വ്യക്തി ഒരിക്കലും ഭൂതം പിടിച്ച കയറി. പക്ഷെ മറ്റൊരു അഭിഷേകം പറയും ബാബാ നീ എൻ്റെ അടുത്ത് വന്നിരി, എൻ്റെ അടുത്തിരി, ഞാൻ കൂടെ നിനക്ക് കുറച്ച് തരാം, ഞാൻ കൂടെ നിനക്ക് തരാം കുറച്ചുകൂടെ. ഹല്ലേലൂയ. അതോ അനുഗ്രഹിക്കട്ടെ. ദൈവദാസന്മാരെ കാണുമ്പോൾ, ശക്തന്മാരായ ദൈവദാസന്മാർ ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്നവരെ കാണുമ്പോൾ ഭൂതം പിടിച്ച വ്യക്തി ആമേ ഹല്ലേലൂയ അതിനകത്ത് പലരും ആമേ വ്യാപരിക്കുന്ന ബന്ധനത്തിന്റെ മേൽ അന്ന് ആമേ ഉയർത്തുമ്പോ ആ ഭൂതത്തെ എടുത്തു മാറ്റി ലാഭം നഷ്ടപ്പെട്ടു. ഇവിടെ ഒരു ലാഭം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവർ ലാഭം ഭൂതം പോയി കഴിഞ്ഞാൽ എല്ലാവരും പറയും രക്ഷപ്പെട്ടെന്ന് പറയല്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അവരെന്ത് ചെയ്തു? ആ ലാഭം നഷ്ടപ്പെട്ടതുകൊണ്ട് അവിടുത്തെ പ്രമാണികൾ അന്ന് ഭരിക്കുന്നവർ അവര് വളരെ അടിച്ചു ദേവദാസന്മാർ അടിച്ചു. അവർ വേദന സഹിച്ച് തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോട് വളരെ സൂക്ഷ്മയോടെ കാപ്പാൻ കൽപ്പിച്ചു. ഹല്ലേലൂയ. 24-ാമത്തെ വാക്യം. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടിയാൽ അവർ കൽപ്പന കിട്ടിയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. നോക്കിക്കോണം. അവരെ കാരാഗ്രഹത്തിനാക്കിയ ശേഷം പ്രധാനപ്പെട്ട പോയിലോട്ട് വരികയാണ്. അവൻ ഇങ്ങനെ കൽപ്പന കിട്ടി. അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാലെന്ത് ചെയ്തു? ആമത്തിലിട്ട് പൂട്ടി. അർദ്ധരാത്രിക്ക് നോക്കിക്കോണം. അവരെ കാലെന്ത് ചെയ്തു? ആമത്തിലിട്ട് പൂട്ടിയിരിക്കുകയാണ്. കാലിനെ ബന്ധിച്ചു. 25-ാമത്തെ വാക്യത്തിൽ അർദ്ധരാത്രി പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു. ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. നോക്കണം. ഇനിയാണ് ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യങ്ങൾ. ഹല്ലേലൂയ. ഇനിയാണ് ശ്രദ്ധിച്ച് കേൾക്കണം. പ്രാർത്ഥിച്ചോളണം. ഒരു വിടുതൽ വ്യാപരിക്കാൻ പോകുകയാണ്. അർദ്ധരാത്രി സമയത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ശീലം പൗലോസിനും ശീലാസിനും ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന് യാതൊരു രാത്രി കൊണ്ടിട്ടാലോ യാതൊരു കാരാഗ്രഹത്തിനകത്ത് കൊണ്ടിട്ടാലോ അർദ്ധരാത്രി സമയത്ത് പ്രാർത്ഥനാ സമയത്ത് അവർ പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥനാ ശീലം വേണം. ദൈവസഭയ്ക്ക് വേണം. നിങ്ങൾ ഏത് സ്ഥലത്ത് പോയാലോ അർദ്ധരാത്രി ഏത് സ്ഥലത്തായിരുന്നാലും ഏത് വിദേശ രാജ്യത്തായിരുന്നാലും എവിടെയായിരുന്നാലും പ്രാർത്ഥിക്കുന്ന ശീലം ഉള്ളത് കൊണ്ടാണ്. അല്ല അന്ന് കാരാഗ്രഹം ഉള്ളതുകൊണ്ടൊന്നുമല്ല. പ്രാർത്ഥനാ ശീലം ഉള്ളവർക്ക് കൃത്യമായിട്ട് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കും, അല്ലാതെ രാത്രി പ്രാർത്ഥിക്കും, പ്രഭാതത്തിൽ. ഇത് ശീലമുള്ളവരെ ചെയ്യുള്ളൂ. ഹല്ലേലൂയ. ശീലമില്ലാത്തവരാരും ചെയ്യത്തില്ല. ഇന്ന് ശീലം പ്രാപിച്ചോ. ശീലമില്ലാത്തവർ ഇന്ന് മുതൽ ശീലം ആയിക്കണം. എന്താണ് സംഭവിക്കാൻ നോക്കണം? അർദ്ധരാത്രി പ്രാർത്ഥന. ഞാൻ ചോദിക്കട്ടെ, ഈ അർദ്ധരാത്രി പ്രാർത്ഥിക്കാൻ പാസ്റ്റർ പറയാണ്, പാസ്റ്ററിന് വേറെ പണിയൊന്നുമില്ല, തിന്നുക, പ്രാർത്ഥന. ആമേ ഹല്ലേലൂയ. പ്രാർത്ഥന. നിങ്ങൾക്ക് പ്രാർത്ഥന, ഞങ്ങൾക്ക് എഴിക്കാനും വയ്യ, ഞങ്ങൾക്ക് ബിപിയും കോട്ടുവായും ആമേ കോട്ടൂരും കോട്ടയം കൊട്ടാരക്കരയും ഇങ്ങനെ അടൂര് പന്തളം ഇതെല്ലാം ഞങ്ങൾ വലിച്ച് രാവിലെ എത്ര ഉറങ്ങിയാലും ക്ഷീണം മാറുന്നില്ല. രോഗം ഇതിനെ പൊട്ടിക്കുക. ഇതൊരു പ്രൈശായമായ ശക്തിയാണ്. ഇതിനെ പൊട്ടിക്കണമെങ്കിൽ അർദ്ധരാത്രിയുടെ പ്രാർത്ഥന ചിലതിന്റെ മേൽ പൊട്ടിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ അർദ്ധരാത്രിയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ആമേ ഹല്ലേലൂയ. നിങ്ങളുടെ സ്ഥിതി മാറുന്നതിന് അർദ്ധരാത്രിയുള്ള പ്രാർത്ഥന ബൈബിൾ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം 20-40 ഹല്ലേലൂയ എത്ര നമ്മൾ 20 മുഴുരാത്രി പ്രാർത്ഥനകൾ സഭയിൽ വെച്ച് നടത്തി. കാരണം അർദ്ധരാത്രിയുള്ള പ്രാർത്ഥന എല്ലാ പകലിനെക്കാട്ടുള്ള പ്രാർത്ഥന പ്രാധാന്യമാണ്. നിന്റെ സ്ഥിതി മാറണമോ അർദ്ധരാത്രി പ്രാർത്ഥനയ്ക്ക് വേണ്ടി നീ മുഴങ്കാൽ മടക്കണം. ഇത് നിസ്സാരമുള്ള കാര്യമല്ല. ഇത് ഉറക്കത്തെ അതിജീവിച്ച് ഒന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മറുപടി വരും. ഹല്ലേലൂയ. അവർക്ക് ശീലമുണ്ടായിരുന്നു. പൗലോസിനും ശീലാസിനും രാത്രിയുടെ യാമങ്ങൾ പ്രാർത്ഥിക്കുന്നത് ശീലമുള്ളത് കൊണ്ട്
ആയതുകൊണ്ടും അവർ കാരാഗ്രഹത്തിലായതുകൊണ്ടും അവർക്ക് കാരാഗ്രഹം ഒരു പ്രശ്നമല്ല. കാരാഗ്രഹം പ്രാർത്ഥനാലയമാക്കി മാറ്റാം. നിന്റെ കാരാഗ്രഹം പിടിച്ച ജീവിതമാണെങ്കിൽ, നിന്റെ ജീവിത കാരാഗ്രഹമാണെങ്കിൽ, നിന്റെ ആരാധിക്കണമെങ്കിൽ ഒരു പ്രാർത്ഥന ആലയമാക്കി മാറ്റാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ വീട് ഒരു കാരാഗ്രഹം. പലരും പറയും, പെണ്ണ് കെട്ടിക്കൊണ്ട് പറയും, ഇങ്ങേരെ കൂടെ പോയി എൻ്റെ വീട് കാരാഗ്രഹം. പല സഹോദരിമാര് കാരാഗ്രഹം അല്ലേ? കല്യാണം കഴിഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യം കിട്ടിയില്ലെങ്കിൽ സ്ത്രീകൾ പറയുന്ന ഏറ്റവും വലിയൊരു വാക്കാണ് ഓ കാരാഗ്രഹം. ഞാൻ പറയട്ടെ, എൻ്റെ പൊന്നു മോളെ, നീ കാരാഗ്രഹം എന്ന് പറയണമെങ്കിൽ നമുക്ക് അർദ്ധരാത്രിയിൽ അതൊരു പ്രാർത്ഥന ആലയമാക്കി മാറ്റാന്നേ. പ്രാർത്ഥന ആലയമാക്കി മാറ്റാം. ഓ പൗലോസിന്റെ ശീലാസിന്റെയോ ആ കാരാഗ്രഹത്തെ ഇന്ന് നമുക്ക് എന്തായി മാറ്റുന്നുണ്ട്? അവർ പ്രാർത്ഥന ആലയമാക്കി മാറ്റുന്നുണ്ട്. ഇന്ന് മനുഷ്യന്റെ കാരാഗ്രഹങ്ങളെ നമുക്ക് ആമേ പ്രാർത്ഥന ആലയമാക്കി മാറ്റാം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പല കാരാഗ്രഹങ്ങളെയോ നമുക്ക് പ്രാർത്ഥന ആലയമാക്കി മാറ്റാം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കരമടിച്ച് ഓ രക്തം ജയം, രക്തം ജയ, രക്തം ജയ, രക്തം ജയ. ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ കാലാമത്തിലിട്ട് പൂട്ടിയിരിക്കുക, കാല് ചലിക്കാൻ പറ്റുന്നില്ല, പക്ഷേ കൈയെല്ലാം ബന്ധിച്ചിട്ടിരിക്കുക. അർദ്ധരാത്രി പൗലോസും ശീല രണ്ടുപേരും ഒരുമിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. അപ്പോൾ ദൈവത്തെ രാത്രി പാടി സ്തുതിക്കണം. ആമേ, പ്രാർത്ഥന മാത്രം പോരാ, പാടി സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ കൈകൾ ബന്ധിച്ചു, കാലുകൾ ബന്ധിച്ചു പാടിയപ്പോ സ്വർഗം താളമടിക്കാൻ തുടങ്ങി. നിന്റെ നാവ് ചലിച്ചപ്പോ സ്വർഗം താളം പിടിക്കാൻ തുടങ്ങി. ഓ സ്വർഗത്തില് ചില താളമേളങ്ങൾ പൊങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ പാടി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കൊടുത്തു, പാടി സ്തുതിച്ചു. പാട്ടെന്ന് പറയുന്നത് ചില കാരാഗ്രഹം തകർക്കുന്നതാണ്. ആമേ, ഹല്ലേലൂയ. അങ്ങനത്തെ പാട്ടുകൾ പാടണം. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ, ദൈവത്തിനെ സ്തുതിക്കുന്ന പാട്ടുകൾ പാടി. അവർ പാടിയപ്പോ ഈ പാട്ടുകൾ ആമേ തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. തടവുകാർ എന്ത് ചെയ്തു? നിന്റെ പാട്ട് നിന്റെ അടുത്തുള്ളവർ ശ്രദ്ധിക്കും, നിന്റെ മക്കളെ ശ്രദ്ധിക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് പലപ്പോഴും ചാനലിട്ട് കേൾപ്പിക്കണം. ആ സമയം വേറെ സീരിയല് സിനിമയിലൊക്കെ ആണ് ഇരിക്കുന്നത്. പഴയത് ശ്രദ്ധിക്കണോ, പുറത്തെടുക്കണോ? വചനത്തിനകത്ത് കയറ്. നിനക്കകത്ത് വചനമുണ്ടെങ്കിൽ നിന്റെ വചനത്തിനകത്ത് ചിലതിനങ്ങ് തൊടാൻ പോകുകയാണ്. ഈ 2026 കാരാഗ്രഹത്തിനകത്ത് പോയ ബന്ധിക്കപ്പെട്ട ചില തലമുറകളെ ദൈവം തൊടാൻ പോകുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. നിന്റെ പാട്ട് പലരെ ശ്രദ്ധിക്കും, നിന്റെ സ്തുതി പലരെ ശ്രദ്ധിക്കും. ഹല്ലേലൂയ. നീ ആരാധിക്കുമ്പോ ഓ അങ്ങനെയാണെങ്കിൽ പിശാച് പേടിക്കും. അന്തരീക്ഷം. അവർ പ്രാർത്ഥിച്ചപ്പോ ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറയട്ടെ, നിങ്ങൾ പാട്ടുകൾ പാടുമ്പോൾ, സ്തുതിക്കുമ്പോൾ, മഹത്വം കൊടുക്കുമ്പോൾ നിങ്ങളെ ദൈവം മാത്രമല്ല ശ്രദ്ധിക്കുന്നത്, നിങ്ങളുടെ മറ്റുള്ളവരെയും ദൈവം ടച്ച് ചെയ്യുന്നുണ്ട്. നിന്റെ അയൽവക്കക്കാർ രാത്രി കേൾക്കണം നിന്റെ ഹല്ലേലൂയ സ്തോത്രമൊക്കെ. പേടിച്ച് ആരാധിക്കല്ലേ. ഹല്ലേലൂയ. നല്ലപോലെ ഉറങ്ങുന്ന മക്കളാണെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പറയും അപ്പാ, അവന്റെ കൂർക്കമ്മലിയൊക്കെ സ്തോത്രമായി മാറുന്നുണ്ട്, സ്തുതികളായി മാറുന്നുണ്ട്. കാര്യം സ്തുതിയും മഹത്വമായി മാറുന്നുണ്ട്. അതിനകത്ത് വ്യാപരിക്കുന്ന ചില പ്രതികൂലങ്ങൾ തകരുന്നുണ്ട്. ആമേൻ. പാടി സ്തുതിച്ചപ്പോ തടവുകാർ ശ്രദ്ധിച്ചു. ഞാൻ ചോദിക്കട്ടെ, തടവ് നിന്നെ ബന്ധിച്ചവര് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയുടെ പവർ അതാ, സ്തുതി അതാ. നിന്നെ ബന്ധിച്ചവര്, ചില ബന്ധിച്ചവർ, നിന്നെ ബന്ധിച്ചവര്, നിന്നെ പൂട്ടിയവരെ ദൈവം ചെയ്യത്തക്ക വണ്ണം നിന്നെ ശ്രദ്ധിക്കാൻ പോകുകയാണ്. അവർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അതാ പ്രാർത്ഥനയിൽ, നമ്മുടെ പ്രാർത്ഥനയിൽ, സ്തുതിയില് ആമേൻ, നമുക്ക് വിരോധമായി നിൽക്കുന്നവർ തന്നെ അവരെ തൊടുകയാണ്. അവരെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു.
എന്താണ് സംഭവിക്കുന്നത്? ഹല്ലേലൂയ. പലരും ആമേ എന്താ അവിടെ സംഭവിക്കുന്നത്? എന്നാൽ 26-ാമത്തെ വാക്യത്തിൽ പെട്ടെന്നൊരു വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. ദൈവത്തെ പാടി സ്തുതിച്ചു കൊണ്ടിരുന്നപ്പോ തന്നെ അടുത്ത് പെട്ടെന്നൊരു വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. അതാ നീ സ്തുതിച്ച് മഹത്വപ്പെടുന്ന ഭൂകമ്പം ഉണ്ടാവും. നിന്റെ പ്രാർത്ഥനയ്ക്ക് സ്തുതികൾക്ക് വേണ്ടി ആമേ ഭൂകമ്പം വരെ സൃഷ്ടിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണെന്ന് ആരാധിക്കുന്നത്. ആമേ ഹല്ലേലൂയ. മനസ്സിലാക്കണം, നിന്നെ കെട്ടിവെച്ച കെട്ടിനെ പൊട്ടിക്കുവാൻ നീ ഒന്ന് പാടി സ്തുതിച്ചാ മതി. ഇന്ന് സ്വയം ഒന്ന് ആരാധിക്കുമെങ്കിൽ, ദൈവത്തെ ഒന്ന് വിളിച്ച് നൃത്തം ചെയ്യുമെങ്കിൽ, യേശുവേ എന്ന് വിളിക്കുമെങ്കിൽ, കാരാഗൃഹത്തിലുണ്ടായ ഭൂകമ്പം ഇന്ന് ചില ബന്ധിച്ച നിങ്ങൾ തലമുറകളെ ബന്ധിച്ചിരിക്കുന്ന കാരാഗൃഹത്തിന്റെ പൂട്ടുകളെ പൊട്ടിക്കത്തക്കവണ്ണം ഒരു ഭൂകമ്പം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഭൂകമ്പം ദോഷമായിട്ടല്ല, അനുഗ്രഹത്തിന് വേണ്ടിയാ. പല ഭൂകമ്പങ്ങളും ദോഷമായി മാറുമ്പോ ചില ഭൂകമ്പങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടാവുന്നത് അനുഗ്രഹത്തിന് വേണ്ടിയാണ്. കാരണം ഇതിനകത്ത് കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. ഹല്ലേലൂയ. വാതിലൊക്കെ തുറന്നു പോയി. നോക്കണം, അടുത്ത താക്കോല് നീ ആരാധിക്കുമ്പോ നിനക്ക് നിന്നെ ബന്ധിച്ച കെട്ടുകൾ പൊട്ടിക്കുന്നത് അടുത്ത താക്കോൽ. നീ അറിയാതെ നിന്റെ ബന്ധനത്തിന്റെ താക്കോൽ ദൈവം തുറക്കുകയാണ്. തുറന്നില്ല, എല്ലാവരുടെ ചങ്ങല അഴിഞ്ഞു വീണു. ഹല്ലേലൂയ. ഇന്ന് നിന്നെ ബന്ധിക്കപ്പെട്ട രോഗത്തിന്റെ കെട്ടുകൾ ദൈവസഭയോട് ഞാൻ പറയാ, നിന്നെ ബന്ധിക്കപ്പെട്ട ചില രോഗത്തിന്റെ ചങ്ങലയിട്ട് ബന്ധിച്ചിരിക്കുന്നതിന് ഇന്ന് നീ ഒന്ന് സ്തുതിക്കുവാൻ തയ്യാറാണെങ്കിൽ നിന്റെ രോഗത്തിന്റെ ചങ്ങല ഒന്ന് വീഴും, അഴിഞ്ഞു വീഴും. 2, ആമേ ഹല്ലേലൂയ. നിന്നെ പൂട്ടിയ കെട്ടുകള് ഒരിക്കലും നീ പുറത്തു വരാൻ പാടില്ല. നോക്കിക്കോളാം, നിന്റെ ശുശ്രൂഷയെ ബന്ധിച്ചു ഒരിക്കലും പുറത്തു വരാൻ പാടില്ല എന്ന് ചില കെട്ടുകളുണ്ട്. ഹല്ലേലൂയ. നിന്നെ ബന്ധിച്ച കെട്ട്, നിന്റെ ശുശ്രൂഷ പുറത്തു വരാൻ പാടില്ല എന്ന് വരാതിരിക്കുവാൻ നിന്നെ കെട്ടിയ കെട്ടുകളെ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന്, നിന്റെ ശുശ്രൂഷയെ കെട്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. നിന്നെ കാല് ബന്ധിച്ചു. ആമേൻ. ശുശ്രൂഷ മാത്രമല്ല, കാലിനെയും ബന്ധിച്ചു. ഹല്ലേലൂയ. കാലിനെ ബന്ധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇത് ബന്ധനത്തിന്റെ ഒറ്റയടിക്ക് ഇന്ന് എത്ര കെട്ട് കെട്ടി വെച്ചാലും നീ 101 കെട്ട് കെട്ടി വെച്ചോ, 101 മന്ത്രം ഓതി കെട്ടിയ കെട്ട് നോക്കിയോ. ഒന്നുകൂടെ ഞാൻ ആത്മാവിൽ പറയാം, 101 മന്ത്രം ഓതി കെട്ടിയ കെട്ടിന് ഒറ്റ സെക്കൻഡ് കൊണ്ട് ഓ റീബാ ഷബാ ലൈഖ മാന ഒറ്റ സെക്കൻഡ് കൊണ്ട് സ്വർഗം പൊട്ടിക്കാൻ പോകുകയാണ്. 101 മന്ത്രം ഓതി തകിടിൽ ഓരോ മന്ത്രങ്ങൾ ഓതി എഴുതി നിന്നെ പൂട്ടിയത്. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് ഒറ്റ സെക്കൻഡ് മതി. നീ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് വരുമെങ്കിൽ, അല്ല വരാൻ പറ്റുന്നില്ല, ഇരിക്കുന്ന സ്ഥലത്ത് ഈ ചാനലൂടെ കേൾക്കുമ്പോ എന്റെ യേശുവേ എന്ന് വിളിക്കുമെങ്കിൽ, ഒന്ന് ആരാധിക്കുമെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് അതെല്ലാം പൊട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാര്യം ആമേ ഹാലെ സകലത്തിന്റെ മേൽ അഖിലാണ്ടത്തിന്റെ സകലത്തിന്റെ മേൽ സർവശക്തനായ ദൈവ, ഓ സകലത്തിന്റെ മേൽ വസിക്കുന്ന ദൈവ, ഇന്ന് ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുന്ന ഒരു പകൽക്കാലമാണ്. ഒരു വ്യക്തി അല്ലെ 2 അല്ലെങ്കിൽ ഒരാളെങ്കിൽ 2 പേര് നിങ്ങൾ ഭവനത്തിനകത്ത് എഴുന്നേൽക്കുമെങ്കിൽ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞെന്ന്. ദൈവമക്കളെ, നീ ഒരു വ്യക്തി ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് നിന്റെ കുടുംബത്തിനകത്ത്. ശ്രദ്ധിച്ച് കേൾക്കണം. ചിലപ്പോൾ ദൈവത്തിന് ഒറ്റയ്ക്കായിരിക്കും. ഒരാൾ വിചാരിക്കുമെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ എല്ലാ ചങ്ങലയും അഴിയും. ഒരു വ്യക്തി വിചാരിച്ചാൽ മതി,
ഒരു വ്യക്തി വിചാരിക്കുമെങ്കിൽ ഇന്ന് ആമേ സകലത്തിന്റെ മേൽ കുടുംബത്തിനകത്ത് ആമേ ഹല്ലേലൂയ ഒരു വ്യക്തി വിചാരിക്കുമെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് സകല കെട്ടോ പൊട്ടിക്കുന്ന ഒരു ദൈവം ഇന്ന് ഇറങ്ങുന്നുണ്ട്. ഓ ഗ്ലോറി ശബാരബ. ഇത് ആത്മാവിന് വന്ന് വിളിയാണ്. തലമുറമേൽ കെട്ടിയിരിക്കുന്ന സൈത്താന്റെ കെട്ടുകളെ പൊട്ടിക്കുന്ന ഇത് പറയുമ്പോ ആത്മമണ്ഡലത്തിന് മേൽ സംഭവിക്കുന്നു. തീ പിടിക്കുന്നു. നീ ഒരാൾ വിചാരിച്ചാ മതി നിന്റെ കുടുംബം മുഴുവനും പുറത്തെടുക്കുവാൻ. ഓഹോ ചങ്ങല പോലെ. ഈ ഉപവാസ പ്രാർത്ഥന ദൈവം അടുത്ത് പറയുന്നു, ഇത് സീസണാ. ഓ നിന്റെ കുടുംബത്തിന്റെ അതിര് വെച്ച് ആമേൻ ഹല്ലേലൂയ നിന്റെ തലമുറകൾ അതിര് വെച്ച് ബൗണ്ടറികൾ വെച്ച് കുറ്റി അടിച്ച് അളന്ന് തിരിച്ച് ഇനി ഒരിക്കലും ഉയരത്തില്ല എന്ന്, ഇതിനപ്പുറം പോവത്തില്ല എന്ന് പറഞ്ഞ് ചില ബൗണ്ടറികൾ അടിച്ചു വെച്ച വിഷയത്തെ ദൈവത്തിന്റെ ആത്മ പറയുന്നു, ഞാൻ പൊട്ടിക്കും. ചില ബൗണ്ടറികളെ തലമുറ ഭാവികളെ കെട്ടിവെച്ച തലമുറമേ കെട്ടിയ ബൗണ്ടറികളെ പിശാചി സൈത്താൻ കെട്ടിയതിന് ദൈവത്തിന്റെ ആത്മാവിന് പൊട്ടിക്കുകയാണ്. തലമുറകളെ പുറത്തെടുക്കുക. ഈ 2026 നീ ആരാധിക്കുമെങ്കിൽ, പാടി സ്തുതിക്കുമെങ്കിൽ സകലത്തിന്റെ ചങ്ങല അഴിയും. പ്രാപിക്കട്ടെ. ഇവിടെ ആരാധിക്കുമ്പോ കുഞ്ഞുങ്ങളെ ഭാവി മണ്ഡലത്തെ നിന്റെ ആത്മമണ്ഡലത്തെ ചലിക്കാൻ കഴിയാതെ കിടക്കുന്ന കെട്ടുകളെ പൊട്ടിക്കുവാൻ. ഗ്ലോറി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എല്ലാവരുടെയും, ഒരു വ്യക്തിയെന്ന് മാത്രമല്ല, വചനം പറയുന്നു എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എല്ലാവരുടെയും ചങ്ങല അഴിയണം. ഇവിടെ മാത്രമല്ല നിങ്ങളുടെ ഭവനത്തിനകത്തിരിക്കുന്ന വ്യക്തികളുടെ ചങ്ങലകൾ ഇന്ന് അഴിഞ്ഞു വീഴുകയാണ്. പിടിച്ചെട്. അത് ബ്ലെസ്സിംഗ് ആവട്ടെ. ബ്ലെസ്സിംഗ് ആവട്ടെ. യേശുവിന്റെ നാമത്തിൽ ചങ്ങലകളെ ഹല്ലേലൂയ ചങ്ങലകളെ പൊട്ടിക്കുന്ന പകൽക്കാലമാണ്. ഹല്ലേലൂയ. ധനബലവല ശംധലവൗഡവ രാജപദീന അസ്തല വൗഡവ രാജപദീന രഗന വൈഡവ രാജപദീന. ഒരു തീ പിടിക്കുന്നു. ആത്മമണ്ഡലത്തിൽ തീ പിടിക്കുന്നുണ്ട്. നിന്റെ സ്തുതിയിൽ തീ പിടിക്കുന്നുണ്ട്. ആരാധന തീ പിടിക്കുന്നുണ്ട്. നിന്റെ കരമടിയിൽ തീ പിടിക്കുന്നുണ്ട്. അർദ്ധരാത്രി പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു. ചുമ്മാല്ല, ഒരു ദൈവ പ്രവൃത്തി നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ചുമ്മാ എങ്ങനെയും പ്രാർത്ഥിക്കരുത്. പേരിനല്ല പ്രാർത്ഥിക്കേണ്ടത്, പ്രവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിച്ചു, ആരാധിച്ചു, പേരിനല്ല. ഒരാത്മ സാന്നിധ്യം വേണോ? ഞാൻ ആരാധിക്കുമ്പോ ഭൂകമ്പം സൃഷ്ടിക്കും. ആ ഒരു പവർ വേണം. ഞാൻ ആരാധിക്കുമ്പോ ഇരിക്കുന്ന സ്ഥലത്ത് എന്തുണ്ടാവും? ഭൂകമ്പം. അതാ നമ്മുടെ ദൈവത്തിന്റെ പവർ. അതാ ഭൂകമ്പത്തെ സൃഷ്ടിക്കുവാൻ ചില വിടുതലുകൾ സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് അവർ അർദ്ധരാത്രിയിൽ ആരാധിച്ച സമയത്ത് പാടി സ്തുതിച്ചപ്പോ തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന കാര്യം, അവർ പെട്ടെന്ന് ഒരു വലിയൊരു ഭൂകമ്പം ഉണ്ടായി. അത് ആരാധനയിൽ സംഭവിച്ച കാര്യമാണ്. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാന കുലുങ്ങും. എന്നാൽ ഹല്ലേലൂയ, എന്നാൽ വാതിലുകൾ ഒക്കെ തുറന്നുപോയി. നിന്നെ പൂട്ടിയതിന് പിശാച് ഈ ലോകം നിന്നെ പൂട്ടിയ സ്വർഗം നിന്നെ തുറക്കും. പിടിച്ചെടുത്ത് ഹല്ലേലൂയ. ലോകം പൂട്ടും.
ഇന്ന് ലോകം പൂട്ടും. ആമേ. നീ ഒരിക്കലും പുറത്തു വരാൻ പാടില്ല. അല്ലെ, നിന്റെ ജീവിതം മൊത്തം കാരാഗ്രഹം. കാരാഗ്രഹം എന്ന് വെച്ചാൽ നരകവേദന. നീ ഒരിക്കലും നിന്റെ കുടുംബം നീ പുറത്തു വരാൻ പാടില്ല. നീ നശിക്കണമെന്ന് പിശാച് പദ്ധതി ഇടുമ്പോ ഈ പദ്ധതിക്കകത്ത്, കാരണം ഒരു വ്യക്തിയുടെ, ഒരു സഹോദരിയുടെ ഭൂതത്തെ പുറത്താക്കിയപ്പോഴാണ് ഒരു കാരാഗ്രഹത്തിനകത്ത് പോയത്. അത് ദൈവത്തിന് പദ്ധതി ഉണ്ട്. ദൈവം അറിയാതെ ഒരു പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ പോകത്തില്ല. ഒരു കഷ്ടം നമ്മൾ സഹിക്കുന്നുണ്ടെങ്കിൽ പറ, അത് ദൈവം പറഞ്ഞിട്ടാ. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ദൈവം പറയാതെ ഒന്നും സംഭവിക്കത്തില്ല. ഇന്നൊരു വേദന സഹിക്കണമെങ്കിൽ, ഒരു കാരാഗ്രഹം അനുഭവിക്കണമെങ്കിൽ, ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കണമെങ്കിൽ, ഒരു പ്രയാസം അനുഭവിക്കണമെങ്കിൽ ഇന്ന് ദൈവം പറഞ്ഞിട്ടാണ്. ഹല്ലേലൂയ. ദൈവം പറയാതെ ഒരു കാര്യവും നടക്കത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തനായ ദേവദാസന്മാർ പൗലോസും ശീലാസും, ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി ശക്തമായി ഉപയോഗിക്കുന്ന അഭിഷിക്തന്മാർ. എന്നാൽ ഹല്ലേലൂയ, അവരെ കാരാഗ്രഹത്തിലാക്കിയപ്പോൾ മറ്റുള്ള പറയൂ, അയ്യോ ദൈവദാസന്മാർക്ക് ഈ ഗതി വന്നോ? ഇല്ല, ദൈവദാസന്മാർ ഗതിയല്ല, ചിലതിനെ കൊണ്ടുവരാനാ, ചിലതിനെ കാരാഗ്രഹത്തിനകത്തിരിക്കുന്നതിനെ, ഇരുട്ടത്തിരിക്കുന്നതിന് കൊണ്ടുവരാനാ കഴിഞ്ഞ ദിവസം ഒരേ കണക്ക് പ്രാർത്ഥന നടന്നത്. യെസ്, നമ്മൾ ഇന്ന് ഏറ്റെടുക്കണം. രാത്രിയുടെ പ്രാർത്ഥന നമ്മൾ ഇന്ന് ഏറ്റെടുക്കണം. ഈ പ്രാർത്ഥന നിങ്ങൾ ഏറ്റെടുക്കുമെങ്കിൽ അടുത്ത മൂന്നാമത്തെ താക്കോലായി ഇത് മാറും. അടുത്ത മൂന്നാമത്തെ താക്കോല്, അർദ്ധരാത്രി തുറക്കുന്നൊരു താക്കോല് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇട്ടുതരും. ഞാൻ പ്രാർത്ഥന എന്ന താക്കോല്. ഒന്ന് ഞാൻ പഠിപ്പിച്ചു, ഒന്ന് പ്രാർത്ഥന എന്ന താക്കോല്, രണ്ട് ഹൃദയം തുറക്കുന്ന താക്കോല് ലുധിയുടെ, മൂന്ന് കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തെ പൂട്ടിയതിന് അതിനെ തകർക്കുന്ന താക്കോല്. ഇതിന് ഓരോ സമയങ്ങളുണ്ട്. പകല് വാങ്ങിക്കേണ്ട അനുഗ്രഹങ്ങൾ പകല് വാങ്ങണം. ഞാൻ ശ്രദ്ധിച്ചേക്ക്, പകല് പ്രാപിക്കേണ്ടത് പകല് പ്രാപിക്കണം. സന്ധ്യാസമയത്ത് എടുക്കേണ്ട അനുഗ്രഹം സന്ധ്യാസമയത്ത് എടുക്കണം. രാത്രിയുടെ യാമങ്ങൾ എടുക്കേണ്ട അനുഗ്രഹം രാത്രി യാമങ്ങൾ എടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൂന്ന് അനുഗ്രഹങ്ങൾ ഞാൻ പറയാം. പകലെടുക്കേണ്ട അനുഗ്രഹം പകലെടുക്കണം, സന്ധ്യാസമയത്ത് എടുക്കേണ്ട അനുഗ്രഹം സന്ധ്യാസമയത്ത് എടുക്കണം, അർദ്ധരാത്രി എടുക്കേണ്ട സമയത്ത് അർദ്ധരാത്രി എടുക്കണം. ഹല്ലേലൂയ. ഇന്ന് മനസ്സൊന്ന് ഉണർന്ന്, ഇന്ന് മനസ്സുണർന്ന് ഹല്ലേലൂയ, എനിക്കൊന്ന് പുറത്തു വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുമെങ്കിൽ ഇന്ന് ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ ദൈവം പുറത്തു കൊണ്ടുവരും. ആമേ. അല്ല, ഞാനൊന്നുമല്ല അത്ഭുതം ചെയ്യുന്നത്, ഞാനൊന്നുമല്ല, ഞാൻ ദൈവത്തിന്റെ ഒരു മോനെന്നേ ഉള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുമെങ്കിൽ ചില ബന്ധനത്തിന്റെ കെട്ടുകൾ പൊട്ടിക്കാം. ദൈവത്തെ അറിഞ്ഞവരോട് പറയാ, നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ നിന്റെ തലമുറകളെ നമുക്ക് പുറത്തെടുക്കാം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ദൈവത്തെ അറിഞ്ഞവരുണ്ട്, അറിയാത്തവരുണ്ട്, മാനസാന്തരപ്പെട്ടവരുണ്ട്. എത്രയോ സാക്ഷികൾ ഇവിടെ പറഞ്ഞു. ദൈവത്തെ അറിഞ്ഞിട്ട് പിന്മാറ്റത്തിലായി അവർ പഴയ ലോകത്തിൽ ഇന്ന് എപ്പോഴും മൊബൈലും കുത്തിപ്പിടിച്ച് ഒരു മൗനമായിട്ട് സംസാരിക്കുകയില്ല. തിന്നുന്നുണ്ടെന്ന് ഞാൻ ചോദിച്ചു. തിന്നുന്നുണ്ട്, 4 തരം തിന്നുന്നുണ്ട്. പ്രാർത്ഥനയില്ല, വേറെ ഒന്നുമില്ല. അവരെപ്പോഴും നോക്കിയാലും റൂമും അടച്ച് പൂട്ടിയിരിക്കുകയാണ്. എപ്പോഴും മൊബൈലിലോട്ടും വേറെ ഗ്രഹത്തിൽ ചിന്തയിലാണ്, അല്ലെങ്കിൽ വേറെ ലോകത്താണ് നടക്കുന്നത്. അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അവർ സമയത്തിന് കുളിക്കുന്നില്ല. കാരണം എന്താ പറയുക, പല്ലൊന്നും തേക്കുന്നില്ല. അവരടുത്തൊന്നും വരാൻ ഒരു വല്ലാത്ത സ്മെല്ലാണ്. കാരണം നിന്റെ ആത്മീയം നഷ്ടപ്പെടുമ്പോൾ ഒരു നാറ്റവും കയറി വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യന്റെ അടുത്ത് നിർത്താൻ പറ്റൂല, ഒരു നാറ്റവും വരും. ഹല്ലേലൂയ. അത് സാത്താൻ ഇട്ട് തരുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. സമയത്തിന് ഗുളിയും ജപമൊന്നും ഇല്ലെങ്കിൽ ഒരു നാറ്റം. മനുഷ്യ ഏറ്റവും ദുർഗന്ധമാണ് മനുഷ്യന്റെ ശരീരം. അത് മനസ്സിലാക്കണം. ഹല്ലേലൂയ. നീ ആത്മീയയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിന്റെ ശരീരം ആത്മാവിൽ മണക്കും. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ ജ്വലിക്കും. ഹല്ലേലൂയ. ഒരു ദിവസം പോലും മനുഷ്യൻ കുളിച്ചില്ല എങ്കിൽ ഏറ്റവും മുഷിയും. ഹല്ലേലൂയ. അത് എത്ര സ്പ്രേ അടിച്ചെന്ന് പറഞ്ഞാലും മാറത്തില്ല കുഞ്ഞെ. കഴിവേണ്ട കഴിയേ പറ്റൂ. നിന്നെ സുഗന്ധമാക്കുന്ന വചനമാണ്. അകത്ത് കിടക്കുന്ന വചനം കിടക്കുമ്പോൾ നനയ്ക്കും കുളിക്കും, എല്ലാം നീറ്റ് വൃത്തി എല്ലാം ഉണ്ടാവും. കാര്യം ഇരിക്കുന്ന ഭക്തി കണ്ടോ. അവൻ കുളിച്ച് നീറ്റായി നല്ല വസ്ത്രം ധരിച്ച് മാത്രമേ തന്നിരിക്കുന്ന നല്ലത് നോക്കിയേ ഭക്തിയോടെ വന്ന് പ്രാർത്ഥനയ്ക്ക് ഇരിക്കൂ. ഹല്ലേലൂയ. ഇന്ന് ദൈവസന്നിധി എല്ലാത്തിനും പ്രാധാന്യമുണ്ട്. എങ്ങനെയെങ്കിലും വന്നിരുന്ന് എങ്ങനെയെങ്കിലും ഇന്ന് പയ്യ പോരാ. ഇരിക്കേണ്ട ഇരിയിൽ ഇരുന്നാൽ
നീ പ്രാപിക്കേണ്ടവണ്ണം പ്രാപിച്ച് എടുക്ക. വീണ്ടും ആവർത്തിക്കുന്ന ഒരു ദൂത്, കണ്ണിൽ കണ്ടത് ആത്മാവിന്റെ ദൂത് ഞാൻ പറയുന്നു. വീണ്ടും പരിശുദ്ധ പറയുന്നു 2026 വീണ്ടും ഒരു ദൂത, കണ്ണിൽ കണ്ടത് കയ്യിൽ നിന്ന് എടുക്കും. പ്രൈസ് ദി ലോർഡ്. കണ്ണിൽ കണ്ടത് നീ കയ്യിൽ എടുക്കും. പ്രൈസ് ദി ലോർഡ്. അത് ദൈവം നിശ്ചയമായിട്ട് തരും. ആമേൻ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ മാത്രമെങ്കിൽ കരമടിച്ച് മഹത്വം കൊണ്ട്. ഇത് വെറുതെ പറയുന്ന കാര്യമല്ല. നീ കണ്ണിൽ കണ്ടത് ദൈവം കാണിച്ച് തന്നത് അത് കണ്ടിട്ട് പോകാനല്ല, 25 വരെ കണ്ട് പോകാനല്ല, 26 പ്രാപിക്കുക. ആമേൻ, ഹല്ലേലൂയ. കെട്ടഴിയണം, നമ്മളെ കെട്ടഴിയണം. ഹല്ലേലൂയ. ഇന്ന് എവിടത്തെ ആദ്യത്തെ കെട്ടഴിയണം? ആദ്യത്തെ കെട്ട് നിന്റെ ഹൃദയത്തിന്റെ കെട്ട് പൊട്ടിക്കണം. ഇന്ന് മനുഷ്യന്റെ കെട്ടെന്ന് പറയണത് പുറത്തല്ല, അകത്താണ് കെട്ട് കിടക്കണം. കാര്യം എന്താണ്? ഒരു ദൈവ സാന്നിധ്യം പോലും വ്യാപരിക്കാൻ കഴിയാതെ ഹൃദയത്തിനകത്ത് കെട്ടി ബന്ധിച്ചു വെച്ചു. എന്നെ തല്ലണ്ട, ഞാൻ നന്നാവൂല എന്ന് പറഞ്ഞാലും നീ അകത്ത് ഒരു വ്യക്തി തുനിയുമെങ്കിൽ അതിനകത്തൊരു ദൈവ സാന്നിധ്യം വ്യാപരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കാരാഗ്രഹത്തിന്റെ പൂട്ട് തകർത്ത്, ആമേൻ, വാതിലുകളെ തുറന്ന് ചങ്ങലകളെ അഴിച്ച ഒരു ദൈവത്തെ വേണ്ടെന്ന് ആരെങ്കിലും പറയോ? എനിക്കത് വേണം, എന്റെ ജീവിതത്തിലോട്ട് അത് എനിക്ക് വേണം എന്ന് പറയുമ്പോൾ സ്വർഗം പറയും ആമേൻ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, ആമേൻ. കുഞ്ഞുങ്ങളെ ഭാവി മണ്ഡലത്തെ ബന്ധിച്ചത്. പ്രാർത്ഥിക്കുന്ന നല്ല കഴിവുണ്ട്, നല്ല ബുദ്ധിമണ്ഡലം ഉണ്ട്. എന്നാൽ ബുദ്ധിമണ്ഡലത്തിലെ കെട്ടിവെച്ച്, ഹല്ലേലൂയ, നിങ്ങളറിയാതെ നിങ്ങൾക്ക് പണി തന്നവരെ അറിയത്തില്ല. നിങ്ങളറിയാൻ നിങ്ങൾക്ക് പണി തന്ന വ്യക്തികളുണ്ട്. എന്നാൽ ഇന്ന് ഇവിടെ ആരാധിക്കുമ്പോ കുഞ്ഞുങ്ങളുടെ മേൽ ബുദ്ധിമണ്ഡലത്തെ കെട്ടിവെച്ച ചില കെട്ടുകളെ ഒന്ന് പൊട്ടിക്കുകയാണ്. ഓ റവന ശബനം ധീനവ രാജപദീന അസ്ഥല ബൗഡവ രാജപദീന. അഴിയേണ്ടത് അഴിയണോ? ഇന്ന് പുറത്ത് മാത്രമല്ല ചങ്ങൽ അഴിയേണ്ടത്. ആമേ, ഹല്ലേലൂയ. അകത്ത് കാരാഗ്രഹത്തിന് അകത്ത് പൗലോസിന്റെ ശീലാസിന്റെ ചങ്ങലകൾ അഴിഞ്ഞതുപോലെ ഇന്ന് തലമുറ കിടക്കുന്ന ചങ്ങലകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഴിയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരഴിച്ചൂടെ? കാരാപ്രമാണിയെ ചങ്ങലയിട്ട് പൂട്ടിക്കൊണ്ട് ഏൽപ്പിച്ചു. ഇവിടെ ആരഴിച്ചു? താക്കോൽ ആരുടെ കയ്യിൽ ഉണ്ടായിരുന്നു? താക്കോലുള്ളവനെ നമ്മൾ ആരാധിക്കുന്നത്. സർവത്തിന്റെ താക്കോലുള്ള ദൈവത്തെ ആരാധിക്കുന്നത്. ഈ ലോകത്തിന്റെ ഞാൻ എല്ലാ 3 കോടി ദൈവങ്ങൾ ഒരുമിച്ച് വന്നാലും നിന്നെ പൂട്ടിയാൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് പൊട്ടിക്കാൻ എന്റെ ദൈവത്തിനറിയാം. നിന്നെ ഒതുക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. പറ, ഞാൻ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവിടെ എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണത്. അതാ പൗലോസ് ശീല ഒരുമനപ്പെട്ട് ആരാധിച്ചപ്പോ അവിടെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. 27-ാമത്തെ വാക്യത്തിൽ കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്ന് കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെ താൻ കൊല്ലുവാൻ ഭാവിച്ചു. നോക്കിക്കോളാം. കാരാപ്രമാണി ഉറക്കമുണർന്ന് വെച്ചാൽ ഈ ആരാധനയുടെ പാടത്ത് ഉറക്കത്തിലായിരുന്നു. കാരാഗ്രഹത്തിൽ പൂട്ടിയത് നോക്കിയപ്പോ വാതിലുകൾ തുറന്നു കിടക്കുന്നു. കണ്ടിട്ട് ചങ്ങലക്കാർ നോക്കിക്കോളാം. ചങ്ങലക്കാർ ഇന്നലെ പൗലോസ് ശീലാസ് ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് സ്വന്തം വാളൂരി തന്നെത്താൻ കൊല്ലാൻ ഭാവിച്ചു. നോക്കിക്കോളണം. ഇത് വാതിൽ ഊരി തുറന്നു കൊടുത്തല്ലോ, ഇവരെ കെട്ടെല്ലാം പൊട്ടിച്ചേക്കണല്ലോ. ഇവര് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നാളെ എന്നെ അതിനെ ഏൽപ്പിച്ച അധിപതികൾ എന്നെ കൊല്ലുമല്ലോ. കാരാഗ്രഹത്തിന്റെ പ്രമാണി സ്വന്തം വാളൂരി കൊല്ലും. ചില വിടുതൽ കാണുമ്പോൾ, ചില വിടുതലുകൾ നടക്കുമ്പോൾ മറ്റുള്ളവർ അതിശയിക്കത്തക്കവണ അവരെ പ്രാണന് ജീവഹാനി വരാൻ പോവുകയാണ്. നിന്നെ പൂട്ടിയവരെ, കാരാഗ്രഹത്തിൽ കിടന്നവര്, അവരെ ജീവൻ എന്താണ് ഇപ്പൊ അപായത്തിലോട്ട് പോകാൻ പോവുകയാണ്. അതാണ് ദൈവം ചെയ്യാൻ പോകുന്നത്. നിന്നെ പൂട്ടിയിട്ട് നിന്നെ സൂക്ഷിക്കാൻ നോക്കിയ അവരെ ജീവൻ ഇപ്പൊ ആരുടെ കയ്യിലാ? പൗലോസിന്റെ ശീലാസിന്റെ കയ്യിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൂട്ടിയാളിന് തെറ്റി. ആമേൻ, ഹല്ലേലൂയ.
അതാ ആമേ എല്ലാ കണക്കൂട്ടിനും തെറ്റി, കൂട്ടിയത് ഗുണിച്ചത് കിഴിച്ചതും എല്ലാം തെറ്റി. നോക്കിയപ്പോ നേരം വെളുക്കാറായപ്പോ, സമയം നോക്കിയപ്പോ, പെട്ടെന്ന് നോക്കിയപ്പോ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നു കിടക്കുകയാണ്. ആമേ ഹല്ലേലൂയ. കാരാഗ്രഹ വാതിൽ തുറന്നാൽ ആമേ ബന്ധിക്കപ്പെട്ടവര് ഓടിപ്പോയല്ലോ, നാളെ എന്നെ അവര് കൊല്ലുമല്ലോ, ആമേ എന്നെ അധിപതികൾ കൊല്ലുമല്ലോ എന്ന് പറഞ്ഞ് കാരാഗ്രഹ പ്രമാണി സ്വന്തം വാളൂരി ആമേ കുത്തുവാൻ വേണ്ടി ആമേ വാളൂരിയ സമയത്ത് കൊല്ലുവാൻ, അപ്പോൾ മരിക്കാൻ നിൽക്കുന്ന സമയത്താണ് അവിടെ ഒരു ദൈവ പ്രവൃത്തി സംഭവിക്കുന്നത്. അപ്പോൾ പൗലോസ് പറഞ്ഞു, നിനക്കൊരു ദോഷം ചെയ്യരുതേ, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇരുട്ട് സമയത്ത്, കാരാഗ്രഹത്തിന്റെ വാതിൽ സമയത്ത് ഒരു മരണം തൊട്ടടുത്ത് കിടപ്പുണ്ട്, ഒരു മരണം തൊട്ടടുത്ത് കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചില മരണത്തിന് നിന്നെ കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത്, മരണത്തിനകത്ത് നിന്ന് ചില മരണക്കെട്ടുകളെ ഞാൻ പൊട്ടിക്കുകയാണ്. ഇന്ന് പകൽക്കാലം മരണത്തിന്റെ കെട്ടുകൾ പൊട്ടിപ്പോട്ടെ. ചില മരണത്തിന്റെ കെട്ടുകൾ, ആത്മഹത്യയുടെ ഭീതികൾ, ചില മരണത്തിന്റെ ഭീതികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഒരു മരണം എവിടേക്കോ മണക്കുന്നു. പെട്ടെന്ന് ഒരു മനുഷ്യന് പെട്ടെന്ന് സമാധാനം നഷ്ടപ്പെടുമ്പോൾ പെട്ടെന്ന് ചിന്തിക്കുന്ന ഒരു എളുപ്പമാണ് മരിച്ചു കളയാം, അല്ലേ? നമ്മുടെ കാര്യം നടന്നില്ല എങ്കിൽ മരിച്ചു കളയാം. ചിലവർക്കൊരു വേറൊരു ഭയമുണ്ട്. രോഗം പെട്ടെന്ന് പിടിവിട്ടാൽ പറയും, ഇന്ന രോഗം വന്നാൽ ഞാൻ സ്വയം കത്തിയെടുത്ത് കുത്തും, സ്വയം ആത്മഹത്യ ചെയ്യുക. 2, കടഭാരങ്ങൾ തലക്കൽ വരുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, ഞാൻ മരിച്ചു കളയും. ഏത് പ്രശ്നത്തെയും അഭിമുഖീകരിക്കുവാൻ ഇന്നൊരു കൃപ ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രാപിക്കണം. മരണം ഒരിക്കലൊരു പരിഹാരമല്ല. പെട്ടെന്ന് ഏത് പ്രശ്നം കണ്ടാലും, എന്ത് വന്നാലും, ഏത് കാര്യത്തിലും പെട്ടെന്ന് മരിച്ചു കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുകയാണ്, ശരി മരിച്ചു, പെട്ടെന്ന് മരിച്ചു, ഈ മരിച്ച വ്യക്തി എവിടെയാണ് പെട്ടെന്ന് പോകുന്നത്? നരകത്തിലും പോവില്ല, ആമേ സ്വർഗത്തിലും പോവില്ല, ഒരു അതോ പോലൊരു പാതാളമുണ്ട്. ഈ 2 സ്ഥലത്തും എത്താത്ത രീതിയിലായിരിക്കും ചെല്ലുന്നത്. ആമേ ഹല്ലേലൂയ. നരകത്തിൽ പോയി അതിനെക്കാട്ടിലും കുറച്ചുകൂടെ എത്തുമെന്ന് പറയും, പക്ഷെ അവിടെ എത്തത്തില്ല. 2 സ്ഥലത്ത് എത്താത്ത ഒരു സ്ഥലമുണ്ട് ബൈബിളിൽ, അവിടെ എത്തി ഇതിനെക്കാട്ടിലും വേദന അനുഭവിക്കേണ്ടി വരും. പ്രശ്നങ്ങൾ വരുമ്പോ കണ്ട് പേടിച്ച് ഓടുന്നതല്ല ഒരു ദൈവ പൈതൽ. നിനക്ക് വേദനയുടെ നടുവിലായിരിക്കുന്ന സമയത്ത് നിനക്ക് ഈ ബൈബിൾ ഒന്ന് എടുത്ത് മാറോട് ചേർത്ത് പിടിക്കാമോ? ഈ ബൈബിൾ ഒന്ന് മാറോട് ചേർത്ത് പിടിക്കാമോ? ഈ അപ്പനൊന്ന് ചേർത്ത് പിടിച്ച് നിന്റെ ജീവിതം ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നിന്നെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഈ പുസ്തകം നിന്നെ മാറ്റിമറിക്കും. ഈ പുസ്തകം നിന്നെ വഴി തുറക്കും. ഈ പുസ്തകം നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കും. കാരണം നിനക്ക് ആ വേദനയുള്ള സമയത്തും നിന്റെ ജീവിതത്തില് ബൈബിൾ വായിക്കുന്ന ഒരു ശീലമായിരിക്കണം. ഒരു ദിവസമെങ്കിലും കുറഞ്ഞത് ഒരു അധ്യായം പോലും വായിക്കാതെ കിടന്ന് ഉറങ്ങരുത്. ബൈബിൾ വായിക്കണം, ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. പക്ഷെ മനുഷ്യനല്ല വഴി നടത്തേണ്ടത്, വചനമാണ് വഴി നടത്തേണ്ടത്. ഈ ലോകത്തിന്റെ പ്രലോഭനത്തിലേക്ക് കൊണ്ടിടുമ്പോൾ, സാമ്പത്തികമായിക്കോട്ടെ, മാനുഷ്യമായിക്കോട്ടെ, സൗന്ദര്യത്തിലായിക്കോട്ടെ, അല്ല മാനുഷ്യമായ വേറെ ബലത്തായിക്കോട്ടെ, പ്രലോഭനത്തിലായിക്കോട്ടെ, ഏത് ചതിവിൽ നിന്നും ജയിക്കുവാൻ നിങ്ങളെ പുറത്തെടുക്കുവാൻ ഈ പുസ്തകത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പലവരും പെട്ടെന്ന് എടുത്തടിച്ച് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് മരിച്ചു കളയാം. ഈ ലോകത്തുനിന്ന് ഏറ്റവും ഓടി ഒളിക്കുന്നതാണ് മരണം. ദൈവമക്കളെ, ഒരിക്കലും അത് ശരിയായ കാര്യമല്ല. നീ ഇവിടെ നിന്ന് ഓടി ഒളിച്ചാലും ദൈവം നിന്നെ വെറുതെ വിടത്തില്ല. ഒരു കൊളുത്ത് ബാക്കിലോട്ടിനെ വലിച്ച് ഇവിടെ അനുഭവിച്ച വേദനയെക്കാട്ടിലും വലിയ ദണ്ഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് മരണത്തെ നീ ജയിക്കണം. മരണം എല്ലാവർക്കും ഉണ്ട്. ദൈവം വിളിക്കുന്ന സമയത്ത് പോകാം, അല്ല നമ്മൾ അതിനപ്പുറമായിട്ട് പോകരുത്. അതാ മരണത്തിൽ നിന്ന് ഒരുവൻ
പെട്ടെന്ന് വാളൂരി ആമേ കാരാപ്രമാണി പെട്ടെന്ന് വാളൂരി ഞാൻ ഇപ്പൊ ഇവിടുന്ന് ചാവ്. കാര്യം ഇവർ എന്നെ ഏൽപ്പിച്ചവർ പുറത്തു പോയി. ഇന്ന് നീ മറ്റുള്ളവർക്ക് വേണ്ടി നിന്റെ ജീവൻ കളയുവാൻ വേണ്ടി തയ്യാറാകുന്നുണ്ടെങ്കിൽ, ഇന്ന് മറ്റൊരു കാര്യം സ്നേഹം നഷ്ടപ്പെടുമ്പോ അല്ലെങ്കിൽ മറ്റൊന്ന് നഷ്ടപ്പെടുമ്പോ മരിച്ചു കളയാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു പൈശാചികമായൊരു ബന്ധനമാണ്. അതൊരു വല്ലാത്തൊരു അസമാധാനമാണ്. അതിനെ പൊട്ടിക്കുവാൻ മരണത്തെ, ഇന്ന് നാവിൽ നിന്ന് വരുന്ന മരണം മരിച്ചു കളയാമെന്ന് പറഞ്ഞ ആ ബന്ധനത്തെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു, ഭർഷിച്ചു മാറ്റുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വരരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ബന്ധനം ഇനി ഒരിക്കലും വരരുത്. കാരണം യേശു നിന്റെ കൂടെ ഉണ്ട്. മരണത്തെ ജയിച്ചവൻ നിന്റെ കൂടെ ഉണ്ട്. അതാ പറഞ്ഞത്, നിനക്കൊരു ദോഷം ചെയ്യരുതേ. സ്വർഗം പറഞ്ഞു നിന്റെ ആയുസ്സിനെ നീ നഷ്ടപ്പെടുത്തരുതേ. നിന്റെ ആയുസ്സിനെ ഒരു ദോഷവും വരുത്തരുത്. നിന്നെ പുറത്തെടുക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ട്. ഒരു മരണത്തിലൂടെ അല്ല, ഒരു ജീവനിലൂടെ നമുക്ക് വേണ്ടി ഒരു ആത്മാവ് പോലും നഷ്ടപ്പെടലെന്ന് ദൈവത്തിന് പദ്ധതി ഉണ്ട്. ഒരാത്മാവ് പോലും നഷ്ടപ്പെടരുത്. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ദൈവത്തിന്റെ വചനം വ്യാപരിക്കുന്നത്. ഒരാത്മാവ് പോലും നശിക്കരുതേ. ഒരു നിത്യരാജ് നമുക്കുണ്ട്, ഒരു നിത്യത നമുക്കുണ്ട്, ഒരു നിത്യ പിതാവ് നമുക്കുണ്ട്, നമുക്കൊരു നിത്യ രക്ഷകനുണ്ട്. ഈ ലോകത്തിന്റെ പ്രശ്നത്തെക്കാട്ടിലും ലോകത്തെ ജയിച്ചവൻ നിന്റെ കൂടെയുണ്ട്, എന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അവരെ തടവിലാക്കി അടിച്ചു, അടികൊണ്ടിട്ട് പോലും ദൈവദാസന്മാർക്ക് പ്രതികാരമില്ല. ഇന്ന് നോർത്ത് ഇന്ത്യയിൽ ദൈവദാസന്മാരെ അടിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഛത്തീസ്ഗഡിൽ കണ്ടു കഴിഞ്ഞ ഒരു പാസ്റ്റർ അടിച്ചിട്ട് ചെരുപ്പൂരി ഹാരമിട്ടു, ചാണകം തീറ്റിച്ചു. എന്നിട്ട് അവർക്ക് സങ്കടമില്ല. കാര്യം ഞങ്ങൾ സഹിക്കും നിങ്ങളെ നേടുവാൻ വേണ്ടി, നിങ്ങളെ നേടുവാൻ വേണ്ടി ചിലപ്പോൾ ചാണകം അവർ തിന്നേണ്ടി വന്നു. ചെരുപ്പൊരു ഹാരമായി മാറി. എന്തെല്ലാം വേദനകൾ സഹിച്ച് അടികൊണ്ടിട്ട് പോലും, അവരെ പള്ളികളും വീടുകളും തകർത്തിട്ട് പോലും അവർക്കൊരു സങ്കടമില്ല. കാരണം ആമേ ഒരാത്മാവിനെങ്കിലും രക്ഷിക്കുവാൻ. ഹല്ലേലൂയ. പ്രതികാരം നമുക്കുള്ളതല്ല. നമ്മൾ പ്രതികാരം ചെയ്യത്തില്ല. നമ്മൾ പ്രതികരിക്കേണ്ട, പ്രാർത്ഥിച്ചാൽ മതി. അതാ ഒരു ദുഷ്ടം പോലും നശിക്കാൻ പാടില്ല എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഹല്ലേലൂയ വീണ്ടും പറയുന്നത്, ആമേ നീ സ്വന്തമായിട്ട് നിന്റെ ജീവൻ ദോഷം ചെയ്യരുതേ. ഇവിടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. നീ വാളൂരി സ്വയം തന്നെത്താന് കുത്തുകയും മരിക്കരുത്, കൊല്ലാൻ നീ ചാവാൻ പോകരുത്, കത്തിയെടുത്ത് കുത്തരുത്. 28-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അപ്പോൾ പൗലോസ് 28-ൽ നിനക്കൊരു ദോഷം ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. വാതിലൊക്കെ തുറന്നു കിടക്കുക. ഞങ്ങൾ ആരും ഓടിപ്പോയില്ല. സ്വർഗം തുറന്ന സമയത്ത് വാതിൽ തകർന്നു, ഭൂകമ്പമുണ്ടായി. ഇതൊപ്പം സമയം ഞങ്ങൾ ഓടിപ്പോയില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. കാര്യം ആമേ ഹല്ലേലൂയ, ദൈവം നിർത്തിയ സ്ഥലത്ത് തന്നെ ഞങ്ങളുണ്ട്, ഞങ്ങൾ ഓടിപ്പോയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്നാൽ 29 പറഞ്ഞു, അവൻ വെളിച്ചം ചോദിച്ചു. അകത്തേക്ക് ചാടി വിറച്ചുകൊണ്ട് പൗലോസിന്റെ ശീലാസിന്റെ മുമ്പിൽ ആര് നിന്നോ? ഒന്നുകൂടെ വായിച്ചോ. അവർ വെളിച്ചം ചോദിച്ചു. അകത്ത് ചാടി വിറച്ചുകൊണ്ട് പൗലോസിന്റെയും ശീലാസിന്റെ മുമ്പിൽ വീണു. ആര് വീണു? കാരാഗ്രഹ പ്രമാണി. ഇതാ പൗലോസേ, ശീലാസേ, നിന്റെ മുമ്പിൽ ചിലതാ ചാടി നിന്നെ വിറച്ചും കൊണ്ട് വരാൻ പോകുകയാണ്. നിന്നെ വിറപ്പിച്ചവർ നിന്റെ മുമ്പിൽ വിറയ്ക്കാൻ പോകുന്നു. ആത്മാവിൽ പറയാ, ആത്മാവിന്റെ ദൂത് ഞാൻ പറയാ, സഭയോട് ദൂത് പറയാ, പിടിച്ചെടുത്തോ. ഹല്ലേലൂയ. നിന്നെ വിറപ്പിച്ചവര് ഈ 2026-ൽ നിന്റെ മുമ്പിൽ നിന്ന് വിറക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ കണ്ണുനീരും ഉപവാസവും പ്രാർത്ഥനയും, നിന്റെ നിലവിളിയും കണ്ണുനീരും ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. നിന്റെ ഉപവാസം, ആമേ കണ്ണുനീര്, നിന്റെ പ്രാർത്ഥന, ആമേ നിന്റെ ഉറക്കമെടുപ്പ് സ്വർഗത്തിലെ ദൈവത്തിന്റെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാ നിനക്ക് ശത്രുവായി നിന്നവരല്ല, ഇതാ നിന്റെ മുമ്പിൽ വിറച്ചും കൊണ്ട് നിൽക്കുന്ന ഒരു ദിവസമാക്കി ദൈവം മാറ്റുന്നുണ്ട് ഈ വർഷം.
Praise the Lord. Hallelujah. അതുകൊണ്ടാണ് അവർ ഓടിപ്പോകാത്ത കാര്യം. ആമേൻ. നിന്നെ തടവിലാക്കിയവരെ നിന്റെ കയ്യിൽ ദൈവം തരും. നിനക്ക് ശത്രുവായി നിന്നവരെ മിത്രമാക്കി ദൈവം ഇന്ന് തരും. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ വരെ ശത്രുവാക്കി നിന്നവരെ ദൈവം മിത്രമാക്കി സ്വർഗത്തിലെ ദൈവം ഇന്ന് തരാൻ പോകുന്നതിനായി സ്തോത്രം. നിങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ അവരെ ദൈവം തരും. പറ, ഇന്നിവിടെ ഇരിക്കുക, പറ, ഇന്നാൾ തൊട് എൻ്റെ കുടുംബത്തിന് വിരോധമായി നിൽക്കുന്നവരൊക്കെ ദൈവം മനസ്സിൽ ആർക്ക് ദോഷമായിട്ടല്ല, ആരെ കൊല്ലാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്, ആരെ തകർക്കാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്, അവരെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ വിരോധമായി നിൽക്കുന്ന ആരെ കൊല്ലാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. അവൻ ചത്തുപോട്ടെ എന്ന് പ്രാർത്ഥിക്കല്ലേ, അവൻ മുടിഞ്ഞു പോട്ടെ എന്ന് പ്രാർത്ഥിക്കല്ലേ, അവള് മുടിഞ്ഞു പോട്ടെ എന്ന് പ്രാർത്ഥിക്കല്ലേ. എനിക്ക് വിരോധമായി നിൽക്കണവള്, നിങ്ങളുടെ അനുഗ്രഹത്തിന് വിരോധമായി നിൽക്കുന്ന നിന്റെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, ദൈവം മനസ്സലിയുന്നുണ്ട്. കൈപിടിച്ച് പറ, ദൈവം മനസ്സലിയുന്നുണ്ട് ഈ വർഷ കാര്യം. ദൈവം രക്ഷിക്കുന്നു. ആമേ. നിങ്ങളെ വിറപ്പിച്ച്, അല്ലെ, മൂക്കിട്ട് വിറപ്പിച്ചു, കണ്ണുരുട്ടി വിറപ്പിച്ചു, യാതെല്ലാം മസിൽ പവറിൽ വിറപ്പിച്ചവരാ. ഹല്ലേലൂയ. ഇന്ന് നിന്റെ കൈ അടുത്ത് വന്നുകൊണ്ട്, എന്റെ പൊന്ന് സിസ്റ്ററേ, നിന്റെ പ്രാർത്ഥനയാണ് എന്റെ കുടുംബത്തെ പുറത്തെടുത്തത്. സഹോദര, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. ആമേ. ഹല്ലേലൂയ. നിനക്ക് വിരോധമായി നിൽക്കുന്നവരെല്ലാം നിനക്ക് മിത്രങ്ങളായി മാറും. ആമേ. നിനക്ക് ശത്രുക്കളെല്ലാം മിത്രങ്ങളാക്കി മാറ്റുന്ന വർഷമാണ് 2026. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ആരാധന കുറ്റം പറഞ്ഞവര് നിന്റെ കൂടെ വന്നിരുന്ന് ആരാധിക്കാൻ പോകുകയാണ്. നിന്നെ കളിയാക്കിയവര് നിന്റെ കൂടെ ഇരുന്ന് കൈയടിക്കാൻ പോകുകയാണ്. ഞാൻ വെറുതെ പറയുന്നല്ല, ആത്മാവിനെന്ന് പറയാ. കാരണം ഞാൻ ഒരുപാട് കളിയാക്കിയവരാണ്. ഞാൻ ബന്ധുക്കോസാരെ പാസ്റ്റർമാരെ കളിയാക്കിയത് കൊണ്ടാ എന്റെ ദൈവം എന്ന് മയക്കം പിടിപ്പിച്ച് ഹല്ലേലൂയ പറയാനും സ്തോത്രം പറയുവാനും സ്തുതിക്കുവാനും ഇന്ന് ദൈവത്തിന്റെ സന്നിധി എന്നെ നിർത്തിയ കാര്യം ഞാൻ അതിന്റെ ഒരു ഭാഗമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രത്തെ എപ്പോഴും ഞാൻ പുച്ഛിക്കുന്നവനായിരുന്നു. ഹല്ലേലൂയ. പരിഹസിക്കുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ പരിഹാസമായി തീർന്ന നിന്റെ പരിഹാസത്തിന്റെ നടുവില് ഞാൻ ദൈവത്തിന് മാനിക്കുന്ന നിന്റെ വായിലൂടെ തന്നെ ദൈവത്തെ സ്തുതിക്കത്തക്കവണ്ണം മഹത്വം കൊടുക്കത്തക്കവണ്ണം ദൈവം ഇടപെടും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവര് ചാടി വിറച്ചും കൊണ്ട് പൗലോസിന്റെ ശീലാസിന്റെ മുമ്പിൽ വീണു. ഇന്നലെ വരെ നിന്നെ വിറപ്പിച്ച് പൂട്ടിയവരൊക്കെ ഭയപ്പെടാൻ പോകുക. പേടിക്കും. ഈ വർഷം പേടിക്കും, ഭയപ്പെടും. കാരണം എന്തെന്നോ, നിന്റെ അകത്തിരിക്കുന്ന സാധനം ചലിച്ചു തുടങ്ങി. അകത്തിരിക്കുന്ന സാധനം ചലിപ്പിക്കണം. ആമേ. കൊണ്ട് നടക്കൊരു അഭിഷേകം കിട്ടിയ, പ്രാർത്ഥനയ്ക്കൊരു അഭിഷേകം കിട്ടിയ നീ ഉപയോഗിക്കണം. പ്രാർത്ഥനയ്ക്ക് ഒരു അഭിഷേകം കിട്ടിയാൽ അത് വെച്ച് അങ്ങ് മൂടി വെക്കരുത്. ആമേ. ഹല്ലേലൂയ. അത് തണ്ടിന്മേൽ വിളക്കുന്നത് ശോഭിക്കണം. മലമേലിരുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല, അത് പ്രകാശിക്കണം. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ സ്ഥിതികൾ മാറണം. ഇന്ന് രാത്രി മുതൽ പ്രാർത്ഥന ലെവലുകൾ മാറണം. നിങ്ങളുടെ സ്ഥിതികൾ മാറണം. കാരണം ചിലതിനെയൊക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം തൊടാൻ പോകുകയാണ്. ഹല്ലേലൂയ. ദൈവം തൊടാൻ പോകുകയാണ്. 30-ാമത്തെ വാക്യം, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അവരെ പുറത്തു കൊണ്ടുവന്നിട്ട്, യജമാനന്മാരെ, പൗലോസിനെയും ശീലാസിനെയും കാരാപ്രമാണി ഇപ്പൊ എന്താ വിളിക്കുന്നത്? യജമാനന്മാരെ, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഇത് ആരെങ്കിലും ചോദിക്കാറുണ്ടോ? എനിക്ക് രക്ഷപ്പെടണം അപ്പാ, ഞാൻ എന്ത് ചെയ്യണം? ആത്മാർത്ഥമായി ഞാൻ സത്യസന്ധയോടെ പറയാണ്, ഇന്ന് ഹൃദയം തുറന്ന് ചോദിക്കണം, എനിക്ക് രക്ഷപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം? അത് പുറത്തോട്, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇത് ദൈവത്തോട് ചോദിക്കണം. ഞങ്ങൾ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണമെന്ന്. ഇതൊരു ചോദ്യമാണ്. ഞാൻ ഒരു ചോദ്യം ചോദിച്ചു, കർത്താവേ, നീ ജീവനുള്ള ദൈവമാണെങ്കിൽ എന്നോടൊന്ന് സംസാരിക്കുക. എൻ്റെ ചോദ്യത്തിന് നടുവിൽ സംസാരിച്ച ദൈവം
ഇന്ന് ദൈവം നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, രക്ഷപ്പെടണമെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് രക്ഷപ്പെടണ്ടേ ദൈവമക്കളെ? നമ്മൾ ചില കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കണമെങ്കിൽ ദൈവം ഉത്തരം തരും. എനിക്കൊന്ന് രക്ഷപ്പെടണമെന്ന് മനസ്സിൽ വിചാരിക്കണം. ഒരു തുമ്പിയെ ഒരിക്കലും നിർബന്ധിച്ച് കല്ലെടുക്കാൻ പറ്റൂല. സ്വയം എടുക്കാൻ ശ്രമിക്കണം. നിങ്ങൾ സ്വയം എടുക്കാൻ ശ്രമിക്കുമെങ്കിൽ എനിക്കൊന്ന് രക്ഷപ്പെടണം. ഇന്നലെ വരെയും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. മാനുഷ്യമായ രീതി എങ്ങനെ ഓടിയാലും, നമ്മൾ എത്രയൊക്കെ ഓടിയാലും എന്തൊക്കെ ഓടിയാലും നമുക്കൊരു പരിധി വരെ ഓടാൻ പറ്റും. കാരണം അതിനപ്പുറമായി നമ്മൾ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ആൾബലം കൊണ്ടോ മസിൽ പവർ കൊണ്ടോ അല്ലെങ്കിൽ സാമ്പത്തികം കൊണ്ടോ ഒരു പരിധി വരെ ഓടി എന്ന് വെക്കാം. അതും ദൈവം പ്രവർത്തിച്ചിട്ടാണ്. ആ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഞാൻ പറയട്ടെ, ഒരു സ്റ്റെപ്പ് നമ്മൾ മുമ്പോട്ട് വെക്കണമെങ്കിൽ അപ്പനറിയാതെ വെക്കാൻ പറ്റത്തില്ല. ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് ബാക്കിലോട്ട് മാറണമെങ്കിലും ദൈവം അറിയാതെ സംഭവിക്കത്തില്ല. ആമേ, ഒരു സ്റ്റെപ്പ് മുമ്പിലോട്ട് വെക്കണമോ ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് വെക്കണമോ ദൈവം അറിയാതെ നിനക്കോ എനിക്കോ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് രക്ഷപ്പെടണം കർത്താവേ എന്ന് ചോദിക്കുന്ന ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു ചോദ്യം ഈ സഭയോട് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു. ആമേ, രക്ഷപ്പെടുവാൻ യേശുവേ ഞാൻ എന്ത് ചെയ്യണം? ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു. അപ്പന്റെ സ്നേഹം നീ കാണണം. ഈ ലോകത്തെ സ്നേഹത്തെ കാട്ടിലും ലോകത്തെ ജയിച്ചവന്റെ സ്നേഹം, ആ ക്രൂസിൽ കിടക്കുന്ന സ്നേഹത്തെ ഒന്ന് നോക്ക്. ഈ സ്നേഹം ആര് വേണ്ടാന്ന് വെക്കും? നിനക്ക് വേണ്ടി തകർന്ന് രക്തമൊലിക്കുന്ന മുറിവേറ്റി കിടക്കുന്ന സ്നേഹത്തെ, ജഡത്തിന്റെ സ്നേഹത്തെ കാട്ടിൽ പറ, എനിക്ക് വേണ്ടി തകർന്ന് പ്രാണൻ പിടയുന്ന ആ യേശുവിനെ നിന്റെ ഹൃദയത്തിലോട്ടൊന്ന് കാണ്. വേണ്ടാന്ന് പറയുമോ? ഈ അപ്പനെ വേണ്ടാന്ന് പറയുമോ? ഹല്ലേലൂയ. ആ സ്നേഹത്തെ ഒന്ന് സ്നേഹിച്ച് തുടങ്ങ്. കുഞ്ഞുങ്ങളെ ഇന്നു മുതൽ നിങ്ങൾ സ്നേഹിച്ച് തുടങ്ങ്. യേശുവിനൊന്ന് സ്നേഹിക്കാൻ തുടങ്ങ്. മാനുഷ്യ സ്നേഹത്തെ ഒന്ന് മാറ്റിവെച്ച് അപ്പന്റെ സ്നേഹത്തിലോട്ടൊന്ന് കയറ്. ഹല്ലേലൂയ. ദൈവം നിനക്ക് അടുത്ത ലെവലുകൾ മാറത്തക്ക വണ്ണം, അടുത്ത സ്റ്റെപ്പുകൾ മാറത്തക്ക വണ്ണം, അടുത്ത വഴികൾ തുറക്കത്തക്ക വണ്ണം, ആമേ ഹല്ലേലൂയ, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഹല്ലേലൂയ. രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. പലവരും ചോദിക്കാത്തൊരു ചോദ്യം. ഞങ്ങൾക്ക് രക്ഷപ്പെടണം, നമുക്ക് രക്ഷപ്പെടണം. എല്ലാവരും പറയും ഈ കഷ്ടത രക്ഷപ്പെടണം. ആമേ ഹല്ലേലൂയ. യഥാർത്ഥമായി ചോദിക്കേണ്ട അടുത്ത് ചോദിച്ചാൽ ദൈവം ഒരു അത്ഭുതം ചെയ്യും. അല്ലാതെ നമ്മൾ മാനുഷ്യമായ രീതിയിൽ എങ്ങനെയൊക്കെ ഓടിയാലും അധ്വാനിച്ചാലും എങ്ങനെയൊക്കെ നേടിയാലും ആമേ നമ്മുടെ കൈ നിൽക്കത്തില്ല. ആമേ, നമ്മുടെ കയ്യിൽ എത്രയോ ലക്ഷങ്ങൾ വരട്ടെ, ദൈവകയിലോട്ട് വരുന്ന ഒരു സൈഡിൽ കൂടെ വന്ന മറു സൈഡിൽ പോകും. എനിക്ക് അനുഭവമുണ്ട്. ഒരു സമയത്തൊക്കെ ഒരുപാട് പലതും കണ്ട് കയ്യിൽ വന്ന് പോയിട്ടുണ്ട്. ഒരു 10 രൂപ പോലും കൈ നിൽക്കത്തില്ല. പക്ഷെ ദൈവത്തെ അറിഞ്ഞ ശേഷം, അറിഞ്ഞ മാത്രമല്ല അപ്പനെ ടേസ്റ്റ് ചെയ്തു, അനുഭവിച്ചു തുടങ്ങിയപ്പോ നന്മകൾ നിൽക്കാൻ തുടങ്ങി. കാര്യം അവിടെ ദൈവം അതിനെ മാറ്റം വരുത്താൻ തുടങ്ങി. അനുഗ്രഹം കണ്ടു പോകാനല്ല വിളിച്ചിരിക്കുന്നത്, അനുഭവിക്കുവാനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദ്യം നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയണത് അത് എന്താണെന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ കാരാപ്രമാണി ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അത്ഭുതങ്ങൾ ആര് കണ്ടു? കാരാപ്രമാണി കാരാഗ്രഹത്തിനകത്ത് കണ്ടു. ഇന്ന് പലരും അത്ഭുതം കണ്ടിട്ട് പോലും വിശ്വസിക്കൂല, അല്ലേ? എത്രയോ അടയാളങ്ങൾ കാണിച്ചു തന്നു, എത്രയോ അത്ഭുത രോഗങ്ങൾ വന്നു, അതെല്ലാം മാറ്റി. ഹല്ലേലൂയ. എല്ലാവരും ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ അടുത്ത ചോദ്യ കാര്യം, കാരാഗ്രഹപ്രമാണി കാരാഗ്രഹത്തിന്റെ അത്ഭുതങ്ങൾ കണ്ട്, ഭൂകമ്പങ്ങൾ കണ്ടു. അവിടെ ചങ്ങലകളും ഊരി എല്ലാം പോയി ഫ്രീ ആയിട്ട് നിൽക്കുന്ന പൗലോസിനെയും ശീലാസിനെയും കണ്ടപ്പോ അടുത്ത് ഞങ്ങൾ ചോദിക്കുന്നു, അവർ തമ്മിൽ ചാടി വീണ് നിന്നുകൊണ്ട് കാരാഗ്രഹം കൊല്ലാനല്ല, ഞങ്ങൾക്കൊന്ന് രക്ഷ പ്രാപിക്കണമെന്ന് ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മാർഗം സ്വീകരിക്കണമോ എന്ന് ചോദിക്കാൻ വേണ്ടി അടുത്ത ചോദ്യം ചോദിച്ചു. അപ്പോൾ അടുത്ത ദേവദാസൻ പറയാ, കർത്താവായ യേശുവിൽ വിശ്വസിക്ക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, എന്നാൽ നീ നിന്റെ കുടുംബവും
ഇന്ന് പലരും ചോദിക്കണേ പറയും, അത് ഞങ്ങൾ പണ്ടേ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ. ഞങ്ങൾ യേശുവിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് പാസ്റ്ററെ, കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. അടുത്ത ചോദ്യം വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ വിശ്വസിച്ചാൽ മാത്രം പോരാ. ആമേ, കർത്താവിൽ നീ നിന്റെ കുടുംബം വിശ്വസിച്ചാ പോരാ. അടുത്ത വചനം പറയുന്നു, 32-ാമത്തെ വചനം പറയുന്നു, പിന്നെ അവർ കർത്താവിന്റെ വചനം അവരോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. ഒരു പ്രസംഗം അങ്ങോട്ട് പ്രസംഗിച്ചു. പൗലോസിന്റെ അങ്ങോട്ട് വചനം, ശീലാസും കൂടെ അങ്ങോട്ട്. ഒരു കുടുംബത്തിന് വേണ്ടിയാണ് കാരാഗ്രഹത്തിലോട്ട് അടിയും കൊണ്ട് പോയത്. ഒരു ഭൂതത്തെ ഒഴിപ്പിച്ച ഭൂതം പറഞ്ഞു, ഞാൻ നിന്നെ അകത്ത് തട്ടിക്കയറ്റാന്ന്. ഭൂതത്തിന് പണി തെറ്റി, ഭൂതത്തിന് പണി കിട്ടി. ഭൂതം പയ്യപ്പോ എന്നെ നീ അടിച്ച് ഓട്ടിച്ചാൽ നീ കാരാഗ്രഹത്തിൽ പോകും, കുഴപ്പമില്ല. ഞങ്ങൾ ഭൂതം പയ്യാൽ ഞങ്ങൾക്ക് ചില അടി കിട്ടിയാൽ കുഴപ്പമില്ല. ഞങ്ങൾ ചില കുടുംബത്തെ വേരോടെ പിഴുതെടുക്കാനാണ് പോണത്. ഞങ്ങൾ അകത്ത് പോണത് ചില കുടുംബത്തെ മുഴുവനെ വേരോടെ പിഴുതെടുക്കുവാനാ കാരാഗ്രഹത്തിലോട്ട് പോണത്. ഇപ്പൊ ഭൂതം ഇരുന്നിട്ട് കണ്ണു തള്ളിയിരിക്കുകയാണ്. കാരണം ഹല്ലേലൂയ, ഭൂതത്തിന് പണി പാളി. ഒരു വചനം പ്രസംഗിക്കുവാൻ ദൈവം അവസരം ഒരുക്കി കൊടുത്തു. കാരാഗ്രഹ പ്രമാണിക്ക് വചനം കേൾക്കുവാൻ അവസരം കൊടുത്തു. അവസരം പലപ്പോഴും ദൈവം ഇട്ട് തരും. ഇനിയും വചനം ഞാൻ കേൾക്കണില്ല, ഇനിയും എനിക്ക് കേൾക്കാൻ ഇനിയും ഉണ്ട് എന്നും പറഞ്ഞിരുന്നാൽ പണി പാളും. പ്രൈസ് ദി ലോർഡ്. ഒറ്റ പ്രസംഗത്തിൽ, പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 വരെ ദൈവം തൊട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉടൻ 3000 അല്ല, 10000 അല്ല, 50000 പ്രസംഗം കേട്ടിട്ട് മാനസാന്തരമില്ല എങ്കിൽ പറ, ഇത് ശരിക്കും ആമേ ഈ ഹൃദയം എങ്ങനെ പണിതിരിക്കണപ്പാ? കല്ലുകൊണ്ടാണോ? ഇത് വേറെ എന്തെങ്കിലും ലോകം കൊണ്ടാണോ? ചെമ്പ് കൊണ്ടാണോ? സ്വർണം കൊണ്ടാണോ? എന്തായാലും കൊള്ളാം. ഇത് എന്തൊരു സാധനം വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്? മാനസാന്തരമില്ല. ഹല്ലേലൂയ. ഒറ്റ പ്രസംഗത്തില് ഒരു കുടുംബത്തിന് വ്യാപാരം ചെയ്യുകയാണ്. എന്നാൽ ഒരർദ്ധരാത്രി ആ വചനം കേട്ടു, വീട്ടിലെല്ലാവരും വചനം പ്രസംഗിച്ചു. 33-ാമത്തെ വാക്യം. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളതെല്ലാം താമസിയാതെ സ്നാനമേറ്റു. നോക്കിക്കോളാം, ആ രാത്രി നേരം വെളുക്കുന്ന മുമ്പേ തന്നെ കാരാഗ്രഹ പ്രമാണി പൗലോസിനെ ശീലാസിനെ അവരെ വീട്ടിൽ കൊണ്ടുപോയി അവരെ അടിച്ചല്ലോ, അന്ന് അവരെ ഉപദ്രവിച്ചല്ലോ ഈ ഭൂതം പയ്യന്. അവരെ മുറിവ് ആര് വെച്ച് കെട്ടി? കാരാപ്രമാണി തടവെന്ന് വെച്ചാൽ മുറിവെല്ലാം വെച്ച് കെട്ടി, മരുന്നെല്ലാം വെച്ച് കെട്ടിയിട്ട് തനിക്കുള്ള എല്ലാവരും താമസിക്കാതെ, അന്നത്തെ രാത്രിയല്ല, താമസിക്കാതെ സ്നാനമേറ്റു. അവർ യേശുവിനെ സ്വീകരിച്ചു. താമസിക്കല്ല്, ഇനി താമസിക്കരുത്, ഇനി താമസമില്ല. അപ്പന്റെ വരവിലേക്ക് താമസമില്ല. ദൈവസഭയോട് പറയുന്നു, ദൈവത്തോട് ചേരേണ്ടവൻ ദൈവത്തോട് ചേർന്നും ആമേ ഹല്ലേലൂയ വിശ്വസിച്ച് അപ്പന്റെ വരവാസനമായിരിക്കുമ്പോൾ ഇന്ന് സുവിശേഷ വാതിലുകളെ നിനക്ക് വേണ്ടി തുറക്കുന്നത് ദൈവരാജ്യത്തിന് പ്രാപിക്കുവാനാണ്. അടഞ്ഞുപോയ ചങ്ങലകളെ ബന്ധിച്ച് കാരാഗ്രഹത്തിന്റെ പൂട്ടുകളെ പൊട്ടിക്കുമ്പോ നിന്നാമേ ദൈവം പറയുന്നു, ഒരു വ്യക്തി പോലും തകർന്നു പോകാതെ ഇന്ന് ദൈവദാസമ അടികൊള്ളുന്നു. ആമേ വേദന സഹിക്കുന്നു. പലതും സഹിക്കുന്നത് ഒരു കുടുംബത്തെ പുറത്തെടുക്കുവാനാണ്. ഹല്ലേലൂയ. ഒരു കുടുംബത്തെ ആമേ ദൈവത്തിന് പദ്ധതിയുണ്ട്, നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. എത്ര നീ വഴുതി മാറിയാലോ, എത്ര ഇടറി മാറിയാലോ, ഞാൻ പറയാം, നിന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിന് പദ്ധതിയുള്ളവരൊക്കെ ഭയങ്കര സ്നേഹമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് പദ്ധതിയുള്ളവരൊക്കെ സ്നേഹമാണ്. ഹല്ലേലൂയ. ദൈവം പദ്ധതിയുള്ളവരെ തിരഞ്ഞെടുക്കും. ദൈവത്തിന് ഇഷ്ടമുള്ളവരൊക്കെ തിരഞ്ഞെടുക്കുമെന്ന് എല്ലാവരും പോകണമെന്നില്ല. ഹല്ലേലൂയ. എല്ലാവരും അറിയും, പക്ഷേ ദൈവം തിരഞ്ഞെടുക്കുന്നവരെ ചുരുക്കം. ഹല്ലേലൂയ. ഇന്ന് ദൈവം തിരഞ്ഞെടുക്കപ്പറ, ദൈവം തിരഞ്ഞെടുക്കുന്ന കൂട്ടത്തിൽ എന്നെയും ഒന്ന് കൂട്ടണമേ കർത്താവേ, എന്നെയും ഒന്ന് കൂട്ടണമേ. നമ്മളെ ക്വാളിഫിക്കേഷനോ ഡിഗ്രിയോ പണമൊന്നുമല്ല, അപ്പന് വേണ്ടി സമർപ്പിക്കേണ്ട ഒരു ഹൃദയം, ഒന്ന് താഴ്ത്തി കൊടുക്കേണ്ട ഹൃദയം, ഒന്ന് പണിയോ വേണ്ടി ഈ പാറമേന്റെ സഭയെ പണിയോ. പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല. 2026 ദൂതിനെ ഞാൻ ആമേ അതുമായി യോജിപ്പിച്ച് പറയുന്നു, ഈ താക്കോൽ, സ്വർഗത്തിലെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഇവിടെ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും, ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും. പലതിനെ അഴിച്ചെടുക്കുവാൻ ഈ വർഷം നമ്മൾ അഴിക്കണം. പല കുടുംബത്തെ ബന്ധിക്കപ്പെട്ട് അഴിക്കാൻ പോവുക. പല കുടുംബത്തിനകത്ത് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവരെ ദൈവ സഭ അയക്കാൻ പോവുക.
അഴിക്കുവാൻ വേണ്ടി കാരാഗ്രഹത്തിൽ കിടക്കുന്ന അവസ്ഥയിൽ കിടക്കുന്നവരെ ബന്ധിച്ച്, തലമുറകളെ ബന്ധിച്ച്, വീണ്ടും പറയുന്നു, ആത്മാ പറയുന്നു, തലമുറകളെ പൂട്ടിയതിനെ പൊട്ടിക്കേണ്ട താക്കോല് സഭയ്ക്ക് ദൈവം തരുന്നുണ്ട്. ഓ, സഭയ്ക്ക് തരുന്നുണ്ട്. ഓ, സാന്ത്വനം മിനിസ്ട്രിക്ക് ദൈവം തരുന്നുണ്ട്. തലമുറകളെ ബന്ധിച്ച, തലമുറകളെ കെട്ടിവെച്ച്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭ ദൈവമക്കളെ, അത് പിടിച്ചെട് അത് പിടിച്ചിടാ താക്കോൽ. ഓ, തുറക്കുന്ന 25 എടുത്തു, താമസിച്ചു പോയി. 26 സാവകാശം തന്നിരിക്കുന്നു. താമസിക്കുക. ദൈവത്തെ പറ്റിക്കരുത്. പറ, ദൈവത്തെ പറ്റിക്കരുതെന്ന് പറ. ഹല്ലേലൂയ, ആമേ. ദൈവം ഹല്ലേലൂയ. ദൈവത്തെ പറ്റിക്കരുത്. ഹല്ലേലൂയ, ആമേ. ഹല്ലേലൂയ. ദൈവത്തെ പറ്റിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ആരെ പറ്റിച്ചാലും കുഴപ്പമില്ല. പാസ്റ്ററിനെ പറ്റിച്ചോ കുഴപ്പമില്ല, ഞാൻ സഹിച്ച്. ഹല്ലേലൂയ. വിശ്വാസിയെ പറ്റിച്ചോ സഹിച്ച്. ഹല്ലേലൂയ. ദൈവത്തെ പറ്റിക്കല്. കാര്യം അവൻ സർവശക്തനാണ്. ആമേ, സർവശക്തനാണ്. ദൈവത്തെ പറ്റിക്കല്. ഹല്ലേലൂയ. കാരണം ആമേ, ദൈവത്തെ പറ്റിക്കുവാൻ ദൈവം സർവശക്തനാണ്. എന്റെ ദൈവം അഗ്നി ജ്വാലയ്ക്കുള്ള കണ്ണുള്ളവനാണ്. ഒരു നോട്ടത്തിൽ തന്നെ സകലത്തെ എരിച്ചു കളയുവാൻ എന്റെ ദൈവത്തിന്റെ പവർ മനസ്സിലാക്കണം. ഒരു നോട്ടം നോക്കിയാൽ മതി, സകലത്തെ എരിച്ചു കളയുവാൻ പവറാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം നല്ല പെണ്ണുണ്ടായിട്ട് കാര്യമല്ല, 3 മക്കളുണ്ടെന്നല്ല ഭാഗ്യം, 5 ഏക്കർ സ്ഥലമുണ്ടെന്നോ 10 ഫ്ലാറ്റ് ഉണ്ടെന്നല്ല ഭാഗ്യം. എന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടോ? ഹല്ലേലൂയ. എന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടോ എന്ന് വല്ലതും നോക്കണം. അഴിച്ചു കളയാതെ ആ പേര് എന്ന് തെളിഞ്ഞു നിൽക്കണം. നീ അറിഞ്ഞ സത്യത്തെ നിന്റെ കുടുംബം അറിയണം. ഒരു പ്രമാണിയെ മുഴുവനും പുറത്തെടുത്തതുപോലെ നീ ഒറ്റയ്ക്കാണ് നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയാം, ആത്മാർത്ഥമായി നീ പ്രാർത്ഥിക്കണം. ഇന്നലെ വരെയുള്ള പ്രാർത്ഥനയിൽ പാലിൽ വെള്ളം വീത്തിയതുപോലെ ഓ ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞു ഞാൻ ഇതാ ഉറങ്ങുന്നേ പിടിച്ചോ എന്ന് പറയാൻ പോകരുത്. കാരാഗ്രഹം തുറക്കുന്നതായിരിക്കണം. അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്ന പ്രാർത്ഥനയായിരിക്കണം. എന്നാൽ ദൈവം നിനക്ക് വേണ്ടി വാതിൽ തുറക്കും. കരയണം, തലമുറയ്ക്ക് വേണ്ടി നിലവിളിക്കണം. ഇന്നെന്റെ കുടുംബം എത്രമാത്രം കണ്ണുനീര് ഒഴുക്കിയിട്ടുണ്ടോ അതിനൊക്കെ മറുപടി ദൈവം തന്നിട്ടുണ്ട്. ഒരു കണ്ണുനീര് മാറ്റി മറിക്കും പ്രാർത്ഥനയ്ക്ക്. നമ്മൾ നിരാശപ്പെട്ട് മൂകതയായി പോകരുത്. മാതാപിതാക്കൾ മൂകതയായി പോയാൽ നമ്മുടെ തലമുറകളെ ബന്ധിക്കപ്പെടും. നമ്മുടെ മക്കൾ ഒരിക്കലും പിശാചിന്റെ വലയിൽ അകപ്പെടാതെ, ഈ ലോകത്തിന്റെ അകപ്പെടാതെ സത്യവചനത്തിന് നിൽക്കുമെങ്കിൽ, ആമേ, സത്യത്തിൽ മന്ദിക്കുമെങ്കിൽ ദൈവം ഒരിക്കലും കൈവിടത്തില്ല. അവരെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും, അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും. മക്കൾക്ക് ഏറ്റവും കൊടുക്കേണ്ട സമ്പത്ത് എന്ന് പറയുന്നത് ക്രിസ്തു എന്ന സമ്പത്താണ്. എല്ലാ നന്മകൾ കൊടുക്കുന്ന ഉപരിയായിട്ട് ദൈവത്തെ കൊടുക്കാതെ മറന്നു പോകരുത്. നിങ്ങളെ കുടുംബത്തിന് വേണ്ടി ഇന്നു മുതൽ നിങ്ങൾ സമയം മാറ്റി വയ്ക്കുമെങ്കിൽ ദൈവപ്രവൃത്തി അവിടെയും വ്യാപരിക്കും. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പവറുണ്ട്. ആമേ, ഹല്ലേലൂയ. പല ചോദിക്കുക, ഹല്ലേലൂയ, കർത്താവേ ഞാൻ എന്ത് ചെയ്യട്ടെ? നിങ്ങളുടെ രോഗത്തെക്കുറിച്ച് ഭാരപ്പെടരുത്, നിങ്ങളുടെ വേദനയെക്കുറിച്ച് ഭാരപ്പെടരുത്, മറ്റുള്ളവരുടെ ഭാരപ്പെടരുത്. നിങ്ങൾ ആദ്യം ദൈവസന്നിധിയിൽ പൂർണ്ണമായി. ഒരു ഡോക്ടർ വന്ന് പറയുകയാണ്, മോനെ നിനക്ക് ഇന്ന രോഗമാണ്ട എന്ന് പറയുമ്പോ ആ സെക്കൻഡ് തന്നെ അവിടെ വീഴുന്ന അറ്റാക്ക് ഒന്ന് മരിക്കും. താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല. യേശുവാണ് നിന്റെ അടുത്തൊന്ന് പറയുകയാണ്, മോളെ, എടാ നീ എനിക്കുള്ളത്, നിന്നെ ഞാൻ ചേർത്ത് പിടിക്കും, നീ എനിക്കാൻ നിൽക്കണം, ജീവിതകാലം വരെ നിൽക്കണം എന്ന് പറയുമ്പോ ഒരു അറ്റാക്കും വരൂല, ഒരു ബോധക്കേടും വരൂല, ഒരു തളർച്ചയും വരൂല, ഒരു ക്ഷീണവും വരൂല, ഒരു പേടിയും വരൂല. ഇന്ന് മാനുഷ്യമായി കൊണ്ട് പലരും പേടിച്ചു ഉറയ്ക്കുന്ന കാലഘട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുക. ഡോക്ടർ പച്ചയ്ക്ക് മുഖത്ത് നോക്കി പറയണത്, അവസ്ഥയിലോട്ട് വിട്ടുകൊടുക്കരുത്. പറ, എന്റെ അപ്പൻ അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല, എന്റെ അപ്പൻ അറിയാതെ സംഭവിക്കത്തില്ല.
ഒരു കാരാഗ്രഹത്തിലൂടെ അകത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ പറ, ഒരു കഷ്ടതയിലൂടെ ഞാൻ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് ദൈവ പ്രവൃത്തിക്ക് വേണ്ടിയാണ്. നീ അറിഞ്ഞ സ്നേഹത്തെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കത്തവണ ചില താക്കോൽ കൂട്ടങ്ങളെ ദൈവം നിന്റെ കയ്യിൽ വെച്ച് തരുന്നുണ്ട്. പിടിച്ചെടുക്ക, പിടിച്ചെടുക്ക, പ്രാപിക്ക, 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 അടുത്തിരുന്ന് പ്രാപിക്ക. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, ഞാൻ ഒരു പോയിന്റ് പറഞ്ഞു നിർത്താം. നീ ദൈവത്തെ അറിഞ്ഞത്, നിന്റെ അടുത്തിരിക്കുന്ന വ്യക്തി ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ബസ്സിൽ യാത്ര ചെയ്യുന്നു, വേറെ എവിടെ ആയിക്കോട്ടെ, ഈ അറിഞ്ഞ വ്യക്തി ആ വ്യക്തിയെ നേടാൻ നോക്കണം. എത്ര വർഷം കൊണ്ട് നീ ഒന്നിനെ നേടി? ഭാഷ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ആ പക്ഷത്തിലാണ് എങ്കിൽ നീ സങ്കീർത്തനം 1 പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സങ്കീർത്തനം 1 ഇരിക്കുന്നത്. കാര്യം നിനക്ക് നേടാൻ പറ്റിയില്ല. അകത്ത് വചനമില്ല, അകത്ത് ലോക ജഡീകത്തിലായിരിക്കണത്. അവരെ കൂടെ അങ്ങ് ഇരിക്കുകയാണ്. ശരി ശരി ചേച്ചി, ശരി ചേച്ചി, ശരി ചേച്ചി. നീയും ശരിയാവുന്നില്ല, അവളും ശരിയാവണില്ല. രണ്ടും ബാർസോ പോലെ ഒട്ടിയിരിക്കുകയാണ്. നിന്റെ അകത്ത് വ്യാപരിച്ച സത്യവചനത്തെ ആ വിത്ത് അകത്തിട്ടിരുന്നെങ്കിലും മുളയ്ക്കുമായിരുന്നു. ഇത് മുളയ്ക്കൂല, അതിലെ കൂടെ അങ്ങ് കയറി ഇരിക്കുക, ഒട്ടിയിരിക്കുക. എവിടെയൊക്കെ കുറവുള്ളവരൊക്കെ ചാടി വീഴുക. നേടണം, നേടണം. അടുത്ത് തന്നിരിക്കുന്ന അവസരത്തെ നേടിയില്ലെങ്കിൽ, നീ നേടിയില്ല എങ്കിൽ ആ വ്യക്തിക്കല്ല അടി, ഇരിക്കുന്ന വ്യക്തിക്ക് അടി കൂടുതൽ. പൗലോസിനും ശീലാസിനും അടി കിട്ടിയത് എന്തിനു വേണ്ടിയാ? ഒരു വലിയൊരു അടി കിട്ടി, വലിയൊരു അകത്തേക്ക് പെയ്യത് ഒരു കുടുംബത്തെ പുറത്തു കൊണ്ടുവരുവാനാ, ഒരു കാരാഗ്രഹ പ്രമാണിയെ പുറത്തെടുക്കുവാനാ, ഒരു കഷ്ടത സഹിച്ചത്, ഒരടി കൊണ്ടത്. ഹല്ലേലൂയ. ചിന്താമണ്ഡലം മാറണം. ആമേൻ. ദൈവത്തിന്റെ അനുഭവിക്കുന്ന സന്തോഷവും അല്ല കഷ്ടത മാത്രമെന്ന് വിളമ്പി വെച്ച് കൊടുക്കരുത്. പറയും, ഇവക്കെന്നും കഷ്ടത, ഇവളെന്നും പട്ടിണി, ഇവക്കെന്നും വയറ്റുവേദന, ഇവക്കെന്നും വായിൽ പുണ്ണ്. എന്താ ആലിപ്പഴം വരുത്തപ്പോൾ കാക്കയ്ക്ക് വായിപ്പുണ്ണെന്ന് പറഞ്ഞ പോലെ ഇവക്കെന്നും വായ്പുണ്ണ് എന്ന് പറയാതെ അകത്തനുഭവിക്കുന്ന ആത്മസന്തോഷത്തെ ഒന്ന് പുറത്തെട്. അകത്തനുഭവിക്കുന്ന, ആരും അനുഭവിക്കാത്ത ഒരു ആത്മസന്തോഷമുണ്ടല്ലോ. ആരും അനുഭവിക്കാത്ത ഒരു ആത്മസന്തോഷം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആത്മാവിൽ ആരാധിക്കുന്ന അനുഭവിക്കുന്നുണ്ട്. വലിയ കൊട്ടാരമില്ലെങ്കിലും, ഒരു 10 ബസ്സില്ലെങ്കിലും ഞങ്ങൾ പറയും അതിനെക്കാട്ടിലും ഒരു ആനന്ദം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ശരീരമാണ് ദൈവമക്കളെ ഏറ്റവും വലിയ സമ്പത്ത്. ഇനി അടുത്ത് ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മുടെ സമ്പത്ത് എന്ന് പറയണത് നമ്മുടെ ആരോഗ്യമാണ്. ഇത് ഉണ്ടെങ്കിൽ നീ ജയിച്ചു. ഈ സമ്പത്ത് ആരോഗ്യത്തോടെ നിന്നാൽ നീ ജയിച്ചു. ഇത് ഒരു കാരാഗ്രഹത്തിലേക്കും പിശാചിന് വിട്ടുകൊടുക്കരുത്, ഒരു ഭൂതത്തിനും വിട്ടുകൊടുക്കരുത്. എന്റെ ശരീരത്തെ ഞാൻ ഉപവസിച്ച് 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 അടിമയാക്കി. പൗലോസ് പറഞ്ഞു, ഞാൻ ഉപവസിച്ചു ഉപവസിച്ചു അടിമയാക്കി. ഞാനോ ചെറുതാവട്ടെ അങ്ങോ വളരട്ടെന്ന് യോഹന്നാൻ വിളിച്ചു പറഞ്ഞു. കാര്യം ദൈവ പ്രവൃത്തിക്ക് വേണ്ടി നമ്മളെ ശരീരങ്ങളെ താഴ്ത്തണം. ഈ ലോകത്തിന്റെ ചിന്തയിലോട്ട് മാറ്റി, ലോക ജഡീകത്തെ മാറ്റി ആത്മസന്തോഷത്തിലോട്ട് ഇത് കയറണം. നശിക്കരുത്, നശിക്കരുത്. ദൈവം ആഗ്രഹിക്കുന്നു ഈ വർഷത്തിൽ ഒരു കുടുംബം പോലും നശിക്കരുത്. സുവിശേഷം ഇന്ന് പലയിടത്തും നമ്മൾ എത്തണം. നിങ്ങളുടെ പ്രാർത്ഥന അടുത്തുള്ളവരെ തൊടണം. നിങ്ങളുടെ പ്രാർത്ഥനകളെ കുടുംബത്തിനകത്ത് മാത്രമല്ല, ചുറ്റുപാട് ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ചില ഭൂകമ്പങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ്, ചില മിന്നലുകൾ സൃഷ്ടിക്കാൻ പോവുകയാണ്. അതാ പ്രാർത്ഥനയുടെ പവർ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഒരു നിമിഷം കണ്ടക്കാൻ പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ,
നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്തോത്രം. ഇന്ന് കേട്ട വചനത്തിനാ കർത്താവേ നന്ദിയോടെ സ്തുതിക്കുന്ന ചാനലിലൂടെ, മീഡിയയിലൂടെ, മന്ന ടിവിയിലൂടെ, യൂട്യൂബിലൂടെ സകലവർക്കും ഇതൊരു വലിയൊരു വിടുതലായി തീരുവാൻ, ഒരു കുടുംബത്തിന് വേണ്ടി പൗലോസും ശീലാസ് കാരാഗ്രഹത്തിലോട്ട് പോയി ഒരു ഭൂതത്തെ ശാസിച്ചപ്പോൾ, ഒരു ലാഭം നിന്നപ്പോൾ കർത്താവേ അകത്ത് പോയി കഷ്ടത സഹിച്ചത് ഒരു കുടുംബത്തെ നേടിയതുപോലെ ഇന്ന് ഈ മക്കൾ ഓരോരുത്തരെയും ഓരോ കുടുംബങ്ങളെ നേടത്തക്ക വണ്ണം ചില അത്ഭുതങ്ങൾ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചില പുറത്ത് വരട്ടെ, ചില കുടുംബങ്ങളെ ബന്ധിച്ച് തലമുറകൾ പുറത്ത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതലെടുക്കണം, അത്ഭുതം ചെയ്യണം. ഇന്ന് സകലവർക്ക് അനുഗ്രഹമായി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വന്ന എല്ലാ മക്കൾക്ക്, ഈ കേൾക്കുന്ന സകലവർക്ക്, ലോകത്തിരിക്കുന്ന സകലവരെയും ദൈവത്തൊടുന്നതിനായി സ്തോത്ര. മഹത്വം അങ്ങേക്ക്. സകലനും ബ്ലസ് ചെയ്യുന്ന ഒരു മക്കൾ പോലും നഷ്ടപ്പെടല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പിതാവിൻ്റെയും പുത്രനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു നാമത്തിൽ തന്നെ